ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എനിക്ക് ആദ്യമായി തന്നെ ഒരു സാക്ഷ്യം പറയാൻ അവസരം ഒരുക്കി തന്ന മാതാവിനോടും യേശുവിനോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. എൻ്റെ പേര് കെസിയ മറിയം കോശി. ഞാൻ വരുന്നത് ചെങ്ങന്നൂരിൽ നിന്നാണ്. എനിക്കിവിടെ ആദ്യമായി തന്നെ പറയാനുള്ള ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ മാതാവ് കൂടെ നിന്ന് വൻ കൃപയാണ്. എനിക്ക് +2 ഫുൾ A+ ഉണ്ടായിരുന്നു. എനിക്ക് തലവേദന ഉള്ളതുകൊണ്ട് അധികമൊന്നും പഠിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു. ഫസ്റ്റ് ഇയറിൽ എനിക്ക് മാത്രമാണ് എൻ്റെ ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയത്. അപ്പോൾ എല്ലാവരും ചോദിക്കും, നീ എങ്ങനെയാണ് ഇത് പഠിക്കുന്നത്? അപ്പോൾ ഞാൻ പറയും, എൻ്റെ മാതാവ് വന്ന് എഴുതരുന്നതാണ്. അപ്പോൾ കൂടെയുള്ളവരൊക്കെ ചോദിക്കും, നിൻ്റെ മാതാവ് വന്ന് എഴുതുമോ? പക്ഷേ ലാസ്റ്റിൽ അവരും ഞാൻ ഇവിടുന്ന് വെഞ്ചരിച്ച കാശ് രൂപമൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ അവരും പരീക്ഷയിൽ അത് കൊണ്ട് എഴുതുകയും പിന്നെ അവർ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്യും, നിൻ്റെ മാതാവിന് ഭയങ്കര പവർ ആടി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. ഞാൻ ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഈ ഏപ്രിൽ മാസം 18-ാം തീയതിയാണ്. ഞാനിവിടെ ആദ്യമായി വരുന്നത് മാതാവിനെ സ്വപ്നം കാണുകയും ഞാൻ പിറ്റേ ദിവസം അമ്മയോട് ചോദിച്ചു, മാതാവിനെ ഒന്ന് കൊണ്ട് കാണിക്കാൻ പറ്റുമോ അമ്മയും ചോദിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. മാതാവ് ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും കൂടിയിരുന്നു. മാത്രമല്ല, ഞാൻ പറയുന്ന ഒരു പ്രത്യേക പ്രസൻസാണ് മാതാവ് തരുന്നത്. പിന്നെ എല്ലാ എക്സാമിനും എന്നും രാവിലെ മാതാവിനെ ഒരു ദിവസം മാത്സ് പരീക്ഷയ്ക്കാണ് സ്വപ്നം കണ്ടു. മാത്രമല്ല, ഏത് പരീക്ഷയാണേലും പോകുന്നതിന് മുമ്പ് അതേ ദിവസം രാവിലെ മാതാവിനെ വിളിച്ചുണർത്തുകയും ഏത് ക്വസ്റ്റ്യൻ വരുന്നോ അത് പറഞ്ഞു തരികയും ചെയ്യും. കാരണം എനിക്ക് ഒത്തിരി നേരമൊന്നും പഠിക്കാൻ പറ്റത്തില്ല. പക്ഷേ മാതാവ് എന്ത് വരുന്നോ അതെനിക്ക് പറഞ്ഞു തരും. എങ്ങനെ ചെയ്യണം, ഒരു തെറ്റ് കണ്ട മാതാവ് എനിക്ക് പറഞ്ഞു തരും, വേണ്ട രഹസ്യം അത് ചെയ്യണ്ട എന്ന് പറഞ്ഞു തരും. അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് കൂടെ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല, ഹിന്ദു കുട്ടികൾക്കൊക്കെ മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. നന്മ പറഞ്ഞ് മറിമയൊക്കെ ചോദിക്കും എന്നോട് തരാവുന്ന, അവർക്കൊക്കെ പ്രാർത്ഥന ഞാൻ എഴുതി കൊടുക്കും. അങ്ങനെ എൻ്റെ വിശ്വാസം കണ്ട് എൻ്റെ ഫ്രണ്ട്സ് പോലും മാതാവിനെ തിരക്കി വരും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാനും എൻ്റെ മമ്മിയും ബ്രദറും കൂടാണ് വന്നത്. എൻ്റെ അച്ഛന് വിശ്വാസമാണ് മാതാവിനെ, എന്നാലും വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവന് വിസിറ്റിംഗ് വിസയിലാണെങ്കിൽ ഖത്തറിൽ പോകാനിരുന്നപ്പോഴാണ് ഇവിടെ വന്നത്. അങ്ങനെ അവന് ഖത്തറിൽ പോയി, അവിടെ ജോലി സെറ്റായി. പക്ഷേ അവിടെ ഒത്തിരി പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായി. അങ്ങനെ 6 മാസങ്ങൾക്ക് ശേഷം ഈ വിസയുടെ പ്രോബ്ലം കൊണ്ടിട്ട് അവൻ നാട്ടിൽ വരികയുണ്ടായി. അവൻ മാനസികമായിട്ട് തകർന്നു. കാരണം വിസയ്ക്ക് പോയ പൈസ എല്ലാം പോയി, 3 ലക്ഷം രൂപയുടെ അടുത്ത് കടമായി. അവന് മാനസികമായി തകർന്നു. കാരണം അവൻ്റെ പ്രതീക്ഷകൾ പോയി. അവൻ ഭയങ്കര മാനസികമായ അസ്വസ്ഥതയായിരുന്നു. അങ്ങനെ പക്ഷേ മാതാവ് ഞങ്ങളെ അവിടെയും തുണച്ചു. 2 മാസത്തിനുള്ളിൽ തന്നെ അവന് വേറൊരു ജോലി, MRFൻ്റെ കമ്പനിയിൽ അവന് ജോലി കിട്ടി. അപ്പം അവൻ്റെ ജോലിക്ക് പോകുന്ന തലേന്ന്, അതായത് 20-ാം തീയതി തലേന്ന് 19-ാം തീയതി അവൻ പറഞ്ഞു, എനിക്ക് വയ്യ, ഞാൻ ജോലിക്ക് പോകുന്നില്ല. ഭയങ്കര അവന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങി. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. കാരണം അവന് ആദ്യം അധികം വിശ്വാസമില്ലായിരുന്നു. പിന്നെ അവൻ പറഞ്ഞു, ഉടമ്പടി എടുക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ അവനും വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങളിപ്പോൾ 3 പേരും ഉടമ്പടിയിൽ ജീവിക്കുന്നു. അവൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു അമ്മയെ പോലെയാണ് എൻ്റെ ഏതൊരു ആവശ്യത്തിനും മാതാവ് കൂടെ നിൽക്കും. അവൻ ആദ്യം ചെന്നത് ഓപ്പറേഷൻ അസിസ്റ്റൻ്റായിട്ടാണ്. ഇപ്പോൾ മാനേജർ അസിസ്റ്റൻ്റായിട്ട് അവന് പോസ്റ്റിൽ ഉയർച്ച കിട്ടി. ഏതൊരു കാര്യത്തിനും ഏതൊരു ആവശ്യത്തിനും നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും മാതാവ് പറഞ്ഞു തരുന്ന പോലെ നമുക്ക് തോന്നും, ഇത് എന്ത് ചെയ്യണം എന്ന്. നമ്മൾ ചില സാഹചര്യങ്ങൾ സ്റ്റക്കായിപ്പോയി. നമുക്ക് ചിലതൊന്നും കിട്ടാത്തപ്പോൾ നമ്മൾ ഓർക്കും, മാതാവ് എനിക്ക് തന്നില്ലല്ലോ എന്ന്. പക്ഷെ ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്, ഒന്ന് പോയാലും മാതാവ് അതിനേക്കാൾ ബെറ്ററായിട്ട് കാണും. നമുക്ക് ചിലപ്പോൾ ഒരു ഉടമ്പടി വെച്ച് സാധിച്ചില്ലായിരിക്കും, പക്ഷേ അതിനപ്പുറം മാതാവ് നമ്മളെ കരുതുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഉടമ്പടി നമുക്ക് കിട്ടാത്തത് അതിൽ എന്തെങ്കിലും പ്രശ്നം മാതാവ് കണ്ടിട്ടായിരിക്കും അത് തരാത്തത്. അപ്പം ഞാൻ പറയുന്നത്, മാതാവിനെ വിശ്വസിച്ചാൽ, യേശുപ്പച്ചനെ വിശ്വസിച്ചാൽ, നിങ്ങളുടെ ഏത് പ്രോബ്ലം ആയിക്കോട്ടെ മാതാവ് യേശുപ്പച്ചനും അത് ചെയ്തു തരും. കാരണം നമുക്ക് ഒന്ന് തരുന്നില്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കണം, അതിൽ ദൈവത്തിന് വേറൊരു പ്ലാനുണ്ട്. പിന്നെ മാത്രമല്ല, യേശുപ്പച്ചനും മാതാവും ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളിലും കൂടെ ഇരിക്കും. മാത്രമല്ല, ഈ വെഞ്ചരിത്ത വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ്. മാത്രമല്ല, എൻ്റെ ഏതൊരു പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിലും ഞാൻ കാശ് രൂപം കൊണ്ടേ പോകത്തുള്ളൂ. മാതാവിനെ കളിയാക്കിയവർ പോലും ലാസ്റ്റിൽ മാതാവിൻ്റെ ഇവിടുത്തെ വെഞ്ചരിച്ച കാശ് രൂപം കൊണ്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നത്. നമ്മളൊരു എക്സാം ഹാൾ നോക്കുകയാണെങ്കിൽ മാതാവിൻ്റെ കാശ് രൂപമാണ് എല്ലാവരുടെയും കോട്ടീൻ്റെ ഇവിടെ കാണുന്നത്. അതുപോലെ മാതാവിൻ്റെ പവർ അതുപോലാണ്. എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, മാതാവിൻ്റെ പവർ അത് വലിയൊരു പവർ തന്നെയാണ്. ഞാൻ എല്ലാവരോടും പറയാനുള്ളത്, ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. ഏതൊരു ആവശ്യത്തിനും കൂടെ ഇരിക്കും. മാത്രമല്ല, രോഗം വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ കൂടെ നിൽക്കും. നമുക്ക് തോന്നും നമ്മൾ തളർന്നു പോകുമെന്ന്, പക്ഷേ ഒരിക്കലും നമ്മൾ തളർന്നു പോകുകയില്ല. മാതാവ് എപ്പോഴും കൂടെയുണ്ട്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള കാര്യമാണ്, മാതാവിനെ വിശ്വസിച്ച് നമുക്ക് ലോകത്തിൽ എന്തുമായിക്കോട്ടെ നമ്മുടെ മെറിറ്റിനപ്പുറം മാതാവ് നമ്മളെ കരുതുന്നുണ്ട്. ഇത്രയും നന്മകൾ തന്ന മാതാവിനുണ്ട് യേശുപ്പച്ചനോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങൾ പത്രം ഇവിടുന്ന് കിട്ടുമല്ലോ, ഒരു ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ എല്ലായിടത്തും പത്രം കൊണ്ട് കൊടുക്കും. ചിലരാണെങ്കിൽ പത്രമൊക്കെ വാങ്ങിച്ചിട്ട് പറയും, ഇത് ഞങ്ങൾക്ക് വേണ്ട, ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞ് തിരിച്ചു തരും. പക്ഷെ ഞങ്ങളതൊന്നും കാര്യമാക്കത്തില്ല. എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാമോ അത്രയും ഒരു ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ പത്രം കൊടുത്തിരിക്കും. പത്രം കൊടുത്ത് തീർക്കുന്നത് വല്ലാത്തൊരു സന്തോഷമാണ്. ഞങ്ങൾ ഓരോരുത്തർക്കും പോയി കൊടുക്കും.
പിന്നെ ഞങ്ങളുടെ അടുത്താണെങ്കിൽ അനാഥാലയം പോലെയുണ്ട്, അവിടെ ഓരോന്നും വാങ്ങിച്ചു കൊടുക്കും. പിന്നെ എല്ലാ ആഴ്ചകളിലും നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പൊതി കെട്ടിയിട്ട് ഓരോരുത്തർക്ക് കൊടുക്കും. പിന്നെ ചില വീടുകളിൽ നമുക്ക് അപ്പച്ചനും അമ്മച്ചിയൊക്കെ തന്നെ താമസിക്കുന്ന വീടുകളൊക്കെ ഇല്ലേ, അവിടെ ചെന്നിട്ട് പൊതിയൊക്കെ കെട്ടിക്കൊടുക്കും. ചിലപ്പോൾ നമ്മളെ അവരോരോന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷേ അതൊന്നും ഞങ്ങൾ കാര്യമാക്കത്തില്ല, അതെല്ലാം കൊടുക്കും. പിന്നെ ഞങ്ങളാലാവും വിധമൊക്കെ ശ്രമിക്കും. അച്ഛനാണെങ്കിലും അവിടെ എന്താ പറയുക, വിശാഖപട്ടണം എന്ന് പറയുമ്പം അവിടെ ഒത്തിരി പാവങ്ങളൊക്കെ ഉണ്ട്, ഷെഡിൻ്റെ അടിയിൽ കൊച്ചു പിള്ളേരൊക്കെ വിശന്ന് കിടക്കുന്ന അവർക്കൊക്കെ ഫുഡ് കൊടുക്കും. അങ്ങനെ എന്നാലാവും വിധവും എൻ്റെ വീട്ടുകാരെ കൊണ്ടാവുന്ന വിധമൊക്കെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യും. വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ നിന്നുകൊണ്ട് വിശുദ്ധിയോടുകൂടി ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങളും നിർവഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ഉടമ്പടി വിശുദ്ധമായ വസ്തുക്കളിലേക്ക് അവരെ അടുപ്പിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുതന്നെയാണ് ഓരോ സാക്ഷ്യങ്ങളിലും ഓരോ ജീവിതങ്ങളിലും ഉടമ്പടി ജീവിതങ്ങളിലും നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധിയോടുകൂടി വിശുദ്ധി പ്രാപിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, വിശുദ്ധരായിരിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ, ഉടമ്പടിയിലെ ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മളുടെ ജീവിതത്തിലേക്ക് കൃപ ചൊരിയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏറെ പ്രത്യേകമായിട്ട് യുവതിയുവാക്കൾ അവരുടെ ജീവിതത്തിൽ ഈശോയെ അറിയുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് ഉടമ്പടി ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള കൃപയും കരുതലും മാതൃസഹജമായിട്ടുള്ള വാത്സല്യവും മധ്യസ്ഥവുമൊക്കെ അവർക്ക് ലഭിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. കെസിയ എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചപ്പോൾ നമുക്ക് ആ ഒരു സ്പിരിറ്റും ആ ഒരു ഫയറും ആ ഒരു പവറും കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഈ സഹോദരി തൻ്റെ സഹോദരൻ്റെ കാര്യം പറഞ്ഞു. സഹോദരൻ നല്ലൊരു ജോലി കിട്ടുവാനായിട്ടിടയായി. അതുപോലെ തന്നെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യുവാനായിട്ടുള്ള വലിയ തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹം ഈശോ കൊടുത്തതായിട്ട് ഈ സഹോദരൻ നമ്മളോട് പങ്കുവച്ചു. പ്രിയമുള്ളവരെ, ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് ഒരു സാക്ഷ്യം ഈ ആൾത്താരയിൽ പറയാൻ ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സുധ, ഇത് എൻ്റെ മോൾ സിയന്ന, ഇത് എൻ്റെ ഹസ്ബൻഡ് വിൽസൺ. ഞാനിപ്പോൾ വരുന്നത് കൊല്ലം കുമ്പളം സെൻറ്റ് മൈക്കിൾസ് ഇടവകയിൽ നിന്നാണ്. ഞങ്ങൾ സ്ഥിരമായി താമസിക്കുന്ന UK-യിലാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്, ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ മകൾക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഇതിനു മുമ്പ് കൃപാസനത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു നെഗറ്റീവ് കമൻറ്റ് മാത്രമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനിപ്പോൾ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ ആഴ്ചയാണ്. അതിനു മുമ്പ് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 5-ാം തീയതി ഇവർക്ക് ഒരു സർജറി അവിടെ വെച്ചുണ്ടായിരുന്നു. അഡിനോയിഡിൻ്റെ സർജറി, അഡിനോയിഡിനും മൂക്കിലുള്ള ഒരു ചെറിയ സർജറി ആയിരുന്നു. പക്ഷേ ആ സർജറി കഴിഞ്ഞതിന് ശേഷം അന്ന് വൈകിട്ട് മുതൽ കൊച്ചു തലവേദന പറയാൻ തുടങ്ങി. ആദ്യം വിചാരിച്ചത് അത് ജസ്റ്റ് ഓപ്പറേഷൻ്റെ കൊണ്ടുള്ള ഡീഹൈഡ്രേഷനോ അനസ്തീഷ്യോ വല്ലതും കൊണ്ടുള്ള ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ് ഓരോ ദിവസം കഴിയുമ്പോഴും കൊച്ചിൻ്റെ തലവേദന കൂടാൻ തുടങ്ങി. കൊച്ചു ബെഡിൽ നിന്ന് എടുത്ത് നിൽക്കാതെ എല്ലാം ബെഡിൽ തന്നെ ആയി. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആദ്യം ഒരു ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞ് ആൻറ്റിബയോട്ടിക് കൊടുത്ത് ട്രീറ്റ് ചെയ്തു. പക്ഷേ കൊച്ചിൻ്റെ കണ്ടീഷൻ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ CT സ്കാൻ ചെയ്തപ്പോഴാണ് കണ്ടത് എങ്ങനെയോ കൊച്ചിൻ്റെ ബ്രെയിനിലേക്ക് എയർ കയറി. ആ എയർ കയറിയത് കാരണം ഒരു ചെറിയ ബ്ലീഡും ഒക്കെ ഉണ്ടായി. എന്നിട്ട് മൂക്കിൽ കൂടി ബ്രെയിൻ ഫ്ലൂയിഡ് വരാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ആ ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് ന്യൂറോ സർജറി ഇല്ല. അപ്പോൾ എമർജൻസി ആയിട്ട് അവർക്ക് പീഡിയാട്രിക് ന്യൂറോ സർജറി ഉള്ള ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നു. അപ്പം ഞങ്ങൾ കൊച്ചിനെ ആംബുലൻസിൽ കയറ്റുന്ന സമയത്ത് ദൈവദൂതനെ പോലെ അവിടുത്തെ ഒരു ഇംഗ്ലീഷ് അച്ഛൻ, ഞങ്ങളുടെ ഇടവക അച്ഛൻ, അവളെ കാണാൻ വന്നിട്ട് ആംബുലൻസിനകത്ത് കയറി അവളെ ബ്ലെസ് ചെയ്തു. അങ്ങനെ ഒരു ബ്ലെസ്സിങ് അവൾ പോകുന്നതിന് മുന്നേ അവൾക്ക് കിട്ടി. അവിടെ ചെന്ന് അവർ MRI സ്കാൻ ചെയ്തു. MRIയിൽ ആർക്കും ഹോൾ എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എവിടെയോ ഹോളുണ്ട്, അല്ലെങ്കിൽ ഇത് രണ്ടും സംഭവിക്കത്തില്ല. പക്ഷേ ഹോൾ എവിടെയാണെന്ന് ഒരു പിടിയില്ല. UK-യിൽ ഇവൾ 3-ാമത്തെ കേസാണ്. അതിനു മുമ്പ് സംഭവിച്ച 2 കേസസും എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ളവർക്ക് മാത്രമാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഇവർക്ക് അങ്ങനെ ഒരു ഡിഫക്റ്റ് ഒന്നുമില്ല. പക്ഷേ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നറിയത്തില്ല. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഹോള് കാണാതെ എവിടെ അടയ്ക്കണമെന്നറിയത്തില്ല. കൊച്ചിന് ഭയങ്കര വേദന. അങ്ങനെ എന്തായാലും അവർ പെയിൻ കൺട്രോൾ ചെയ്യാൻ അവർക്ക് പറ്റി. അങ്ങനെ പിന്നെയും സ്കാൻ ചെയ്തിട്ടൊന്നും ഹോള് കാണാത്തതുകൊണ്ട് അവർ പറഞ്ഞ് തൽക്കാലം ഇപ്പം 3 ആഴ്ച ഹൈ ഡോസ് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട്
അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് നെയ്സൽ മൂക്കിൽ കൂടെ എൻഡോസ്കോപ്പി ചെയ്ത് അവിടെ എന്തെങ്കിലും ഹോൾ ഉണ്ടെങ്കിൽ അത് അടയ്ക്കാം. എന്നിട്ടും ഒന്നും കണ്ടില്ലെങ്കിൽ കംപ്ലീറ്റ് ബ്രെയിൻ ഓപ്പൺ ചെയ്യുന്ന വെച്ചാൽ അത് വളരെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളൂ. കാരണം എവിടാന്ന് അറിയത്തില്ല ഹോള്. അപ്പോൾ ഓരോ പാർട്ടും ഇളക്കി നോക്കി തിരിച്ച് വയ്ക്കുക, അങ്ങനെയുള്ള രീതിയിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ നമുക്കത് ചെയ്യേണ്ട, ആൻറ്റിബയോട്ടിക് കൊടുക്കാമെന്ന് പറഞ്ഞ് വിട്ടു. പെയിൻ കൺട്രോളായി, പക്ഷേ ഫ്ലൂയിഡ് സ്റ്റില്ല് മൂക്കിൽ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ മറ്റേ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. കാരണം അതാണ് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഹോസ്പിറ്റൽ. 3 ആഴ്ചത്തേക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ വേണ്ടി അവിടത്തേക്ക് വിട്ടു. അവിടെ ചെന്ന് ആൻറ്റിബയോട്ടിക് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എല്ലാ ദിവസവും രാത്രിയും പകലും ജപമാല ചൊല്ലുകയും വീഡിയോ കാണുകയും ഓൺലൈൻ കുർബാന കാണുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി വീഡിയോ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് ഇവിടുത്തെ ഒരു സാക്ഷ്യം കാണാനിടയായി. 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ തലയിൽ തെങ്ങ് വീണിട്ട് അമ്മ ഫോട്ടോ എടുത്ത് ബെഡിൻ്റെ അടി വെച്ചതിന് ശേഷം കൊച്ച് ട്രീറ്റ്മെൻറ്റിനോട് പ്രതികരിക്കാൻ തുടങ്ങിയ ഒരു സാക്ഷ്യം. അപ്പം അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷം കൊച്ചിന് പിന്നെ വേദന അങ്ങനെ ഇല്ലായിരുന്നു. ഇത് കണ്ടതിൻ്റെ പിറ്റേ ദിവസം നേരം വെളുത്ത് കൊച്ച് നല്ലോണം ഇരുന്ന പെട്ടെന്ന് കൊച്ചിന് വേദന തുടങ്ങി, കൈയും കാലൊക്കെ പെരുക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് വീണ്ടും എല്ലാവർക്കും പാനിക്കായി. കാരണം ന്യൂറോളജിക്കലി എന്തോ കൊച്ചിന് പറ്റി. അപ്പോൾ വീണ്ടും എല്ലാവരും ഓടി വന്നിട്ട് പറഞ്ഞു കൊച്ചിനെ വീണ്ടും ന്യൂറോ സർജറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ആംബുലൻസ് എല്ലാം അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. ആ നിമിഷമാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് അന്ന് രാത്രി കേട്ട സാക്ഷ്യത്തെക്കുറിച്ച്. അപ്പം ഞാൻ എൻ്റെ മോന് ഗൂഗിളിൽ നിന്നൊരു പരിശുദ്ധ അമ്മയുടെ ഫോട്ടോ എടുത്ത് അവൻ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മോൻ പെട്ടെന്ന് അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. പറഞ്ഞ് തീർന്നപ്പോഴത്തേക്കും മറ്റേ ഹോസ്പിറ്റലിൽ നിന്ന് റിപ്ലൈ വന്നു, ഉടനെ ട്രാൻസ്ഫർ ചെയ്യേണ്ട, നിങ്ങൾ ഒരു CT സ്കാനും കൂടി ഇവിടെ ചെയ്തിട്ട് CTയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ CTക്ക് കൊണ്ടുപോയി. വീണ്ടും പെട്ടെന്ന് തന്നെ CTക്ക് കൊണ്ടുപോയി. CT റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മോൻ ഫോട്ടോയായിട്ട് അവിടെ വന്നു. അവളുടെ ബെഡിൻ്റെ അടിയിൽ ആ ഫോട്ടോ, മാതാവിൻ്റെ ഫോട്ടോ വെക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വന്നു. കാരണം അവളുടെ ബ്രെയിനിലുണ്ടായിരുന്ന എയർ സിഗ്നിഫിക്കൻ്റ്ലി കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട എന്ന്. അങ്ങനെ വീണ്ടും ആൻറ്റിബയോട്ടിക് കഴിഞ്ഞു. പിന്നെ മാതാവിനോടുള്ള പ്രാർത്ഥന ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആരൊക്കെയോ അയച്ചു തന്ന കൂട്ടത്തിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉണ്ടായിരുന്നു, അതും പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചു പറഞ്ഞു ഇവിടെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടാൻ. പക്ഷേ ഞാനത് ശ്രമിച്ചിട്ട് എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് അവൾ എനിക്ക് വേണ്ടി അത് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നീട് ആൻറ്റിബയോട്ടിക് ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങൾ 3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും മറ്റേ ന്യൂറോസ് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ ചെന്ന് MRI സ്കാൻ എടുത്തപ്പോൾ അതിൽ അവളുടെ കംപ്ലീറ്റ് എയർ റിസോൾവായി, ബ്ലീഡ് സ്റ്റോപ്പായി, ഫ്ലൂയിഡ് എല്ലാം റിസോൾവായി. ഇനി ഒന്നും ചെയ്യേണ്ട, കൊച്ചിനെ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു. ഒരു കുഴപ്പമില്ല, അവൾക്ക് ന്യൂറോളജിക്കലായിട്ട് ഒരു കുഴപ്പമില്ല, അവൾക്ക് ബുദ്ധിക്കോ ഒന്നിനും ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. അന്ന് നഷ്ടപ്പെട്ട ക്ലാസ് എല്ലാം അവൾക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റി. ഒരു പ്രശ്നമില്ലാതെ അവൾ ഇപ്പം നല്ല മിടുക്കിയായിട്ടിരിക്കുന്നു. ഈ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ അതിനുശേഷമാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഡിസ്ചാർജായി വീട്ടിൽ വന്നതിന് ശേഷമാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടില്ലായിരുന്നു. എനിക്ക് 35 വർഷത്തിൽ കൂടുതലായിട്ടുള്ള മൈഗ്രെയിൻ, അതെപ്പോഴോ അത് ഇല്ലാതായി. ഞാൻ എല്ലാ ദിവസവും മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നതാണ്. ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും എനിക്ക് തലവേദന വരും. പക്ഷേ ഇപ്പോൾ അതിനുശേഷം അങ്ങനൊരു കാര്യം ഇല്ല. പിന്നെ കാരുണ്യപ്രവൃത്തി അവിടെ ആവുന്നതുകൊണ്ട് കൂടുതൽ നമുക്ക് ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ സാൽവേഷൻ ആർമി എന്നും പറഞ്ഞ് ഒരു ചാരിറ്റി ഉണ്ട്. അവിടെ ചെറിയൊരു എമൗണ്ട് കൊടുക്കും മാസത്തിൽ. പിന്നെ കുർബാനയ്ക്ക് ഞായറാഴ്ചകളിൽ മാത്രം പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾ ഓഫ് കിട്ടുമ്പോൾ എല്ലാം കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. വർഷത്തിലൊന്ന് കുമ്പസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ 3 ആഴ്ച 4 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ തുടങ്ങി. കുടുംബ പ്രാർത്ഥന, നല്ല രീതിയിലുള്ള കുടുംബ പ്രാർത്ഥന വീട്ടിൽ ചൊല്ലാൻ തുടങ്ങി. മലയാളം വായിക്കാൻ അറിഞ്ഞില്ലെങ്കിലും ഇവളാണ് വൈകിട്ടത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വീട്ടിൽ ഞങ്ങൾക്ക് വേണ്ടി ചൊല്ലിത്തരുന്നത്. അവളും ബൈബിൾ വായന, വചനമെഴുത്ത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങിയതിന് ശേഷം ഇത്രയും
പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം അന്നും പറയാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. സ്നേഹം നിറഞ്ഞവരെ, 107 സങ്കീർത്തനത്തിൻ്റെ 20 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യരാക്കി. പ്രിയമുള്ളവരെ, നമ്മളുടെ മുൻപിൽ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുന്ന സൈന എന്ന കുഞ്ഞിൻ്റെയും അവരുടെ മാതാപിതാക്കളുടെയും സാക്ഷ്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സഹോദരങ്ങൾ നമ്മളോട് പറയുകയായിരുന്നു, കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അഡിനോയിഡ് മൂലമുണ്ടായ സർജറി, അതിനുശേഷമുണ്ടായ അസുഖങ്ങൾ, എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണത്തിലും മധ്യസ്ഥതയിലും ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോൾ അത് സൗഖ്യമായിട്ട് മാറിയതെന്ന് ഈ സഹോദരങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ സഹോദരി പറഞ്ഞു, UK തന്നെ ഇത് 3ാമത്തെ കേസാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഡോക്ടർമാർ പോലും എന്തു ചെയ്യണമെന്ന് അറിയാത്ത സാഹചര്യത്തിൽ ഈ സഹോദരി വചനത്തിൽ ആഴമായിട്ട് വിശ്വസിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മയിൽ ആഴമായിട്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ സഹോദരി ഈ സാക്ഷ്യ പത്രത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, മനുഷ്യന് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണെന്ന്. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ തീവ്രതയിൽ നിന്നുകൊണ്ട് ചോദിക്കുന്ന ഏതൊരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നടത്തിത്തരുന്ന ഒരു പൊന്നു തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. ഒരു പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കുവാനുണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് ഓരോ വ്യക്തിയും ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നതും പ്രാർത്ഥിക്കുന്നതും അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ കാണുന്നതും. പ്രിയമുള്ളവരെ, ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് ദൈവം ഇവരുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു, 35 വർഷമായിട്ടുണ്ടായിരുന്ന മൈഗ്രെയിൻ എന്ന് പറയുന്ന അസുഖം മാറിപ്പോയതായിട്ട്. ഇവരുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നമുക്ക് അനിത, ഞാൻ കുമ്പനാട്ടിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. 2ാമത്തെ സാക്ഷ്യം പറയാൻ അമ്മ അനുവദിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. വെറുതെ നന്ദി പറഞ്ഞാൽ പോരാ. അച്ഛൻ പറയുന്ന പോലെ, കർത്താവായ ദൈവമേ, ഉടമ്പടി എന്ന വലിയ സംരക്ഷണ വലയത്തിൽ എന്നെ വിളിച്ചു ചേർത്തതിനും നിൻ്റെ ചിറകിൻ്റെ കീഴിൽ എൻ്റെ ജീവിതത്തെ സംരക്ഷിക്കാൻ എൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് എന്നെ വിളിച്ചു നിർത്തിയതിനും ഞാൻ നന്ദി പറയണം. അതുപോലെ ഓരോ അനുഭവങ്ങളും എനിക്ക് തന്ന് ദൈവത്തിനോട് അടുപ്പിച്ച് നിർത്തിയ എൻ്റെ മാതാവിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. 1ാമത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ മകൾ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് മുന്നായിട്ട് ഞാനിവിടെ വന്നപ്പം അവൾ നല്ലതായിട്ട് പഠിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഉടമ്പടി എടുത്തതിനകത്ത് അവിടെ ഇത് വെച്ചില്ല. അപ്പോൾ അത് ഞാൻ മാനുഷികമായിട്ട് ചിന്തിച്ചു, ദൈവമായിട്ട് ചിന്തിച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞുടനെ മോടെ പഠിത്തങ്ങളെല്ലാം പുറമോട്ടായി. അവസാനത്തെ പരീക്ഷ അടുത്തുകാറായപ്പോൾ ടീച്ചറിനോട് ഞാൻ ചോദിച്ചോണ്ട് എന്നോട് പറഞ്ഞു, മോക്ക് ഒരു A+ പോലും കിട്ടത്തില്ല, ജസ്റ്റ് ചിലപ്പം പാസ്സായി പോകത്തേ ഉള്ളായിരിക്കും, പിന്നെ പരീക്ഷയ്ക്ക് 2 മാസവും കൂടെ ഉള്ളൂ. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. ഞാനിവിടെ വന്നു. ഇവിടെ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, എൻ്റെ കുഞ്ഞ് പഠിക്കാനായിട്ട് അമ്മ അനുഗ്രഹിക്കണം, അമ്മയുടെ അനുഗ്രഹത്തോട് വേണം അവൾ പാസ്സാകാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി. ഞാൻ പത്രം മേടിച്ച് വിതരണം ചെയ്ത് വൈകിട്ട് വന്നോണേ മോൾ എന്നോട് വന്ന് പറഞ്ഞു, അമ്മേ, എന്നെ ഫുൾ A+ ഓരോ ഇതായിട്ട് ഇവരെ മാറ്റി മാറ്റി ഇരുത്തും. അവസാന സ്റ്റേജ് ആകുമ്പോൾ ഫുൾ A+ മേടിക്കുന്നവർ, അതിൻ്റെ താഴെയുള്ള ആൾക്കാർ, ഒട്ടും ഇല്ല പഠിക്കാത്ത മക്കൾ, അങ്ങനെ തിരിച്ച് വെക്കും. അപ്പോൾ ഇവളെ അങ്ങനെ 2ാമത്തെ കാറ്റഗറിയിൽ നിന്ന് ടീച്ചർ വിളിച്ചുകൊണ്ട് പോയിട്ട് ഫുൾ A+ കൊണ്ടിരുത്തി. അപ്പോൾ വൈകിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, അപ്പോൾ പത്രം വിതരണം ചെയ്തുകൊണ്ടേ ഞാൻ പറഞ്ഞു, അമ്മ ഇവളിൽ പ്രവർത്തിച്ചെന്ന് എനിക്കൊന്ന് അടയാളമായിട്ട് തരണം, കാരണം അമ്മയായിരിക്കണം അവൾക്ക് മാർക്ക് കൊടുക്കുന്നത്, അവൾക്ക് പഠിക്കാനുള്ള കഴിവും കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വൈകിട്ട് വന്നോണ്ടേ മോൾ എന്നോട് പറഞ്ഞു, അമ്മ, എന്നെ ഫുൾ A+നകത്ത് കൊണ്ട് ടീച്ചർ ഇരുത്തി. സാർ, അപ്പം കുട്ടികൾ ചോദിക്കുന്നു, ഇവളെന്തിനാണ് ഇവിടെ കൊണ്ടിരുത്തിയേക്കുന്നേ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചത് അമ്മ അവളിൽ പ്രവർത്തിച്ചു തുടങ്ങി എനിക്ക് മനസ്സിലായി. പിന്നെ എന്ന് ഞാൻ തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 80% മാർക്കോടുകൂടി എൻ്റെ മോള് 10ാം ക്ലാസ് പാസ്സായി. +1 അവൾക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. 2ാമത്തെ സാക്ഷ്യം എനിക്കുണ്ടായ അനുഭവമാണ്. എനിക്ക് തൊണ്ടയ്ക്ക് മുഴ പോലെ ഇങ്ങനെ, എനിക്ക് തൈറോയ്ഡുള്ള ഒരു വ്യക്തിയാണ്. മുഴ പോലെ വന്നിട്ട് ഞാൻ വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മേളോട്ട് കയറി വരും. മിഴുങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചോറ് മിഴുങ്ങുന്ന പോലെ മിഴുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വർത്തമാനം പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആയിക്കഴിഞ്ഞ് 1 ആഴ്ച 2 ആഴ്ചയായി ഞാൻ ഗ്യാസിൻ്റെ ആണെന്ന് ഓർത്ത് അതിനുള്ള മരുന്നുകളെല്ലാം കഴിച്ചു.
അങ്ങനെ എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു. അപ്പം ഞാൻ ഭാര്യയുടെ വിവരങ്ങളൊക്കെ തിരക്കൊണ്ട് എന്നോട് പറഞ്ഞു ഇതുപോലെ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക. അപ്പം ഞാനിങ്ങനെ വിവരങ്ങൾ തിരക്കപ്പോൾ എൻ്റെ ഇതേ അവസ്ഥയാണ് ആ പുള്ളിക്കാരത്തിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എന്നോട് പറഞ്ഞു നീ എൻ്റെ അത്യാവശ്യമായിട്ടും ചെന്ന് കാണണം, എന്നിട്ട് ഓപ്പറേഷൻ ചെയ്താലൊക്കെ ഇതൊക്കെ മാറത്തുള്ളൂ, ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമല്ല. അപ്പം നമ്മളിങ്ങനെ വാ തുറന്ന് നോക്കുന്നുണ്ടെങ്കിൽ വായിക്ക് ചുറ്റും ചുമന്ന് കുരുക്കൾ, പക്ഷേ വേദനയോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാനത് അത്ര കാര്യമാക്കിയില്ല. അങ്ങനെ 3 ആഴ്ച പോയി. 3 ആഴ്ച കഴിഞ്ഞാണ് എനിക്ക് ഇത് ഇങ്ങനെ ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പേടിയായപ്പോൾ ഞാൻ വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ പച്ചത്തിരി നീലത്തിരി ഒരുപോലെ കത്തിച്ച് വെച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ 3 അബോർഷനും 2 ഓപ്പറേഷനും കറിഞ്ഞ വ്യക്തിയാണ് ഞാൻ, എനിക്കിനി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് അമ്മ തന്നെ ഇത് മാറ്റിത്തരണമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. തൈലം തേച്ചു. വെളുപ്പിനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അത് കഴിഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങിയാണ് മഴയായതുകൊണ്ട് ഞാൻ കയറി ഒന്ന് കിടന്നു. കണ്ണ് എങ്ങനെ അടച്ചപ്പം ഞാൻ എന്നും ധ്യാനം കൂടുന്ന ഒരു വ്യക്തിയാണ്. ഒറ്റ ദിവസം ഇല്ലാതെ അച്ഛൻ്റെ പഴയ ധ്യാനങ്ങൾ ഞാൻ കൂടുതലും കൂടും. ഒരു ദിവസം പോലും ധ്യാനം ഞാൻ മുടക്കത്തില്ല. അപ്പോൾ പിന്നെ കണ്ണടച്ചപ്പോൾ ഞാൻ കാണുന്നത് അച്ഛൻ്റെ പഴയ ധ്യാനത്തിൽ കാണുന്ന ദിവ്യകാരുണ്യമാണ് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞോണ്ടേ ഒരു നീല മെഴുകുതിരി ഇങ്ങനെ കത്തി ഉരുക്കി താഴോട്ട് വീഴുന്നതായിട്ട് ഞാൻ 3 വട്ടം കണ്ടു. അത് കണ്ടു കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്ന് ഞാൻ ഓർത്തിരുന്നത് ഇങ്ങനെ കണ്ടേ. പിറ്റേന്ന് തൊട്ട് എനിക്ക് തൊണ്ടയ്ക്കത്തെ ഇതെല്ലാം പെതിയെ കുറയാൻ തുടങ്ങി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ട് മാറി അമ്മയുടെ സഹായം കൊണ്ട്. അതിൻ്റെ 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം എൻ്റെ അനിയത്തിയുടെ രോഗവിവരമാണ്. അവൾ രണ്ടാമത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പം ഞാൻ വീട്ടിൽ ചെന്നപ്പം അനിയത്തിയുടെ കുഞ്ഞെന്നോട് ചോദിച്ചു, അമ്മ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെല്ലുന്ന തന്നെ അമ്മയോടും കുഞ്ഞുങ്ങളോടും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് കുഞ്ഞെന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് കാശ് രൂപ എനിക്ക് തരാമോ? ഞാൻ പറഞ്ഞു, മോനെ ഈ കാശ് രൂപ മോന് തരാൻ പറ്റത്തില്ല. അന്നേരം പറഞ്ഞു, ഞാൻ നീ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ കുഞ്ഞിനൊരു കാശ് രൂപ ഞാൻ മേടിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് കുഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയുടെ കാശ് രൂപ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒരിക്കലും മോൻ്റെ കയ്യിൽ എങ്ങനെയാണ് കിട്ടുന്നത് കാശ് രൂപ? അന്നേരം എന്നോട് പറഞ്ഞു, അല്ല എൻ്റെ കയ്യിലുണ്ട്. ഫോട്ടോ ഇട്ട് തന്നപ്പം ശരിയാണ്, നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്ന അതേ കാശ് രൂപം കുഞ്ഞിന് മുറ്റത്ത് കിടന്ന് കിട്ടി. കുഞ്ഞിന് 8 പൈസയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് എൻ്റെ ബാഗിൽ നോക്കിയപ്പോൾ എൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്. അപ്പം മോൾ എന്നോട് ചോദിച്ചായിരുന്നു, അമ്മ എനിക്ക് ഈ കാശ് രൂപം തരാമോ? പക്ഷേ ഞങ്ങൾക്ക് ചുറ്റും ഹിന്ദുക്കളാണ്, ഒരു ക്രിസ്ത്യൻസോ അല്ലെങ്കിൽ ഒരു രീതിയിലും ഈ കാശ് രൂപ അവിടെ വരാൻ ഒരു സാധ്യതയില്ല. ആ കാശ് രൂപത്തിൻ്റെ മണ്ഡപശ ശകലം ഇവിടെ കരിഞ്ഞായിരുന്നത്. അപ്പോൾ ഈ അബോർഷൻ കഴിഞ്ഞിട്ട് അന്നേരം 3 ആഴ്ച ആയായിരുന്നു. ആ 3 ആഴ്ച കഴിഞ്ഞ ഉടനെ ഇവക്ക് പെട്ടെന്ന് വയ്യാതെ വന്ന് അഡ്മിറ്റാക്കിയപ്പം ഇവക്ക് സ്കാൻ ചെയ്തോണ്ടേ DNC ചെയ്തതിന് ശകല സ്പോട്ട് അതിനകത്തുണ്ട്. ഒരു രീതിയിൽ നമുക്ക് ഇനി 2ാമത് DNC ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ ഉടനെ ഡോക്ടർ പറഞ്ഞു, ഇത് വെളിയിൽ നിന്ന് ഒരു മരുന്ന് കൊണ്ടുവന്നിട്ട് ഇഞ്ചക്ഷൻ പെരിയെ ചെയ്ത് കൊടുക്കാം, പക്ഷേ എല്ലാ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് എഴുതി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി കൊടുത്തു. ഓരോ ദിവസവും ഇഞ്ചക്ഷൻ കയറുന്നതിനനുസരിച്ച് ഇവർക്ക് ഭയങ്കര പ്രശ്നങ്ങളായി. ശരീരത്തുള്ള എല്ലാ കാര്യങ്ങളും കൂടാൻ തുടങ്ങി. കൂടി ലാസ്റ്റ് ആയപ്പോൾ ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് RCCക്ക് പോകാം, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞങ്ങൾ ചെയ്തു. ഒരാൾ പറഞ്ഞു, നമുക്ക് യൂട്രസ് അങ്ങ് എടുത്ത് കളയാം, അതേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇവളെ കരഞ്ഞു വിളിച്ച് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. 4ാമത്തെ സ്റ്റേജ് ക്യാൻസർ പോലും അസുഖപ്പെടുത്തുന്ന മാതാവ് നമ്മുടെ കൂടെ ഉള്ളപ്പം നീ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവളോട് ഞാൻ പറഞ്ഞു, നീ എന്തെങ്കിലും പാവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ നോട്ടത്തിൽ നീ ചെയ്യുന്ന എല്ലാം കറക്റ്റായിരിക്കും, പക്ഷേ ദൈവമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിയായിരിക്കത്തില്ല. അതുകൊണ്ട് നീ ചെയ്ത പാവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ ഇന്ന് വൈകിട്ട് തന്നെ നിൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും വയ്യാതിരിക്കുക, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാണ് ഇത് പറയുന്നത്. ഞാൻ പറഞ്ഞു, നീ കരയണ്ട, ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്ന് വൈകിട്ട് തന്നെ ഇവിടുന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡോട് അവിടെ ചെന്നു. തൈലം കൊണ്ടുവന്ന് ഞാൻ അവിടെ വയറ്റത്ത് കൊടുത്തു. വിശുദ്ധ സുബ്രഹ്മണ്യയിൽ ഞാൻ പ്രാർത്ഥിച്ചു. ആ ഉപ്പെടുത്ത് ഞാൻ അവിടെ കട്ടിലിന് ചുറ്റുവിട്ടു. ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, അമ്മ തിങ്കളാഴ്ച 10-11 മണിയാകുമ്പം ഇവൾ ഡിസ്ചാർജായി വീട്ടിൽ പോകണം. ഇവൾക്ക് ഇതിൽ നിന്ന് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അമ്മയുടെ സന്നിധി വന്ന് ഞാൻ സാക്ഷ്യം പറയും, എൻ്റെ വിശ്വാസത്തെ അമ്മ തകർത്ത് കളയരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവൾക്ക് പ്രാർത്ഥിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുത്തു. പിന്നെ ജപമാല കൊടുത്തു, പിന്നെ ഉപ്പ് ശകലം ഞാൻ അവിടെ കൈ കൊടുത്തു. ഇത് വെള്ളത്തിലിട്ട് നീ കുടിക്കുക, എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞു. പിറ്റേന്ന് മുതൽ ഞാനിതൊരു വെള്ളിയാഴ്ച അവിടെ ചെല്ലുന്നത്, പിന്നെ ശനി ഞായറും ഉണ്ട്. പിറ്റേന്ന് മുതൽ ഇവിടെ കൗണ്ടുകളെല്ലാം കുറയാൻ തുടങ്ങി. കുറഞ്ഞു തിങ്കളാഴ്ച ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ 10 മണിയായപ്പോൾ ഡോക്ടർ എല്ലാ റിസൾട്ടുകളും വന്നു. എല്ലാ കാര്യങ്ങളും നല്ല രീതി 3000-4000 ഇതിൽ കിടന്ന് ഓരോന്നിൻ്റെ പേരുകൾ എനിക്ക് പറയാൻ അറിയത്തില്ല. അത് അത്രയും കൂടി ഇന്ന് എല്ലാ സാധനങ്ങളും അവർക്ക് നല്ലതായിട്ട് കുറഞ്ഞു. 11-12 മണിയായപ്പം ഡിസ്ചാർജായി വീട്ടിൽ പോന്നു. അമ്മ തന്ന അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു.
എൻ്റെ അടുത്ത് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട് ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. എൻ്റെ കടയുടെ അടുത്ത് ഒരമ്മയില്ലാത്ത 2 മക്കളും ഒരു പ്രായമുള്ള അമ്മയും അച്ഛനും ഉണ്ട്. അവർ വാടകയ്ക്ക് താമസിക്കുക. അവർക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന വീട് പകുതിയാക്കിയിട്ടേക്കുക. ഈ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇവർ വാടക മാറി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അനിതേ, നീ മാതാവിൻ്റെ വലിയ വിശ്വാസിയല്ലേ, നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ അമ്മ? ഞാൻ പറഞ്ഞു, എൻ്റെ വീട് പണി നടക്കുന്നില്ല. എൻ്റെ കടയ്ക്കകത്ത് ഞാൻ അമ്മയുടെ ഫോട്ടോ, ഈശോയുടെ ഫോട്ടോ എല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് അമ്മയോട് ചോദിച്ചു, അമ്മ എന്തോ അമ്മയെ ചെയ്യേണ്ടതെന്ന് ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുക. അപ്പം ഞാൻ എന്തെടുത്തോ, എൻ്റെ കയ്യിൽ മണ്ണുണ്ടായിരുന്നു, ഇവിടുന്ന് കൊണ്ടുവന്ന മണ്ണ്. ആ മണ്ണ് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി ആ വീടിന് അകത്തിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വീടിനകത്തിട്ട് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് ഒരു പള്ളിയിലച്ഛൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട് പണി എന്തുവായി? അങ്ങനെ പറഞ്ഞു, അത് വെച്ചാൽ പൂർത്തിയായിട്ടില്ല, പ്രവാസികളുടെ സഹായത്തോടെ ഞാൻ നിങ്ങൾക്ക് വീട് വെച്ച് തരാമെന്ന്. പിറ്റേന്ന് തൊട്ട് വീട് പണിയെല്ലാം നടന്നു. വീട് പണി നടന്ന് പകുതിയായപ്പോൾ എവിടെയെങ്കിലും കാണുമല്ലോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കുത്തിത്തിരിപ്പിന്, അങ്ങനെ വീട് പണി അവിടെ സ്റ്റോപ്പായി. വീണ്ടും ഈ അമ്മ എൻ്റെ അടുത്ത് ഓടി വന്നോണ്ടേ പറഞ്ഞു, അതിൻ്റെ വീട് പണി സ്റ്റോപ്പായി പോയി, ഇനി എന്തോ ചെയ്യണ്ടേ? അച്ഛൻ പറഞ്ഞു, ഇനി ബാക്കി നിങ്ങൾ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് എന്തോ ചെയ്തു, ഉപ്പെടുത്തിട്ട് പറഞ്ഞ് ഇത് കൊണ്ടുപോയിട്ട് വീടിന് അകത്തിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ ആ ഉപ്പ് കൊണ്ടുപോയി വീടിനകത്തിട്ട് ഈ ഉപ്പെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയോട് നോക്കി പ്രാർത്ഥിച്ചെന്നേ. ഞാൻ പറഞ്ഞു, എന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞു എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, 2 മാസത്തിനകം നിങ്ങൾ കയറി താമസിക്കും. അതെന്ത് ഇതിലാണ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചത്, എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. 2 മാസത്തിനകം നിങ്ങൾ കയറി താമസിക്കും, 2 മാസത്തെ താമസം ഇതിനുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവർ ആ ഉപ്പ് കൊണ്ട് അതിനകത്തിട്ടു. അന്ന് രാത്രി ഇവരുടെ പെരയ്ക്കകത്തുനിന്ന് അവർക്കും കിട്ടി ഒരു കാശ് രൂപം. പിറ്റേന്ന് ഈ അമ്മ ഓടി അതും കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മ മോളെ എൻ്റെ എനിക്കൊരു കാശ് രൂപം കിട്ടി. അവരുടെ വീട്ടിൽ അവരാരും ഇവിടെ ഒന്നും വന്നിട്ടില്ല, അവർ പ്രായമുള്ള ആൾക്കാരാണ്. ആ കാശ് രൂപം ഇന്നും ആ അമ്മയുടെ കയ്യിലുണ്ട്. 2 മാസത്തിന് അവർ കയറി താമസിച്ചു. അവരിപ്പോൾ സുഖമായിട്ട് അവിടെ താമസിക്കുന്നു. ഒരു കല്യാണ ആവശ്യത്തിനായിട്ട് ഈ അമ്മ തന്നെ പറഞ്ഞിട്ട് അതിനടുത്തുള്ളൊരു വീട്ടിൽ മോടെ കല്യാണം വന്ന് ആ കല്യാണം നടത്താനായിട്ട് അവർക്ക് 1 രൂപ പോലും അവരുടെ കയ്യിലില്ല. അപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, അമ്മ പറഞ്ഞായിരുന്നു നീ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരുടെ വീടിൻ്റെ കയറി താമസം എല്ലാം നടത്തിയത്, അതുകൊണ്ട് നീ ഈ കല്യാണം നടക്കാനായിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം, നീ പറഞ്ഞാൽ അമ്മ കേൾക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലോണിന് പോയിട്ട് എങ്ങൊന്നും ലോണ് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ഇതിനകത്ത് വെറും ഒരു പുഴുവാണ്, എനിക്ക് എൻ്റെ അമ്മയെ ഇഷ്ടമാണ്, കാര്യം ശരിയാണ്, ഞാൻ എപ്പോഴും എൻ്റെ അമ്മയെ പ്രാർത്ഥിക്കും, ഞാൻ ഈശോയെ പ്രാർത്ഥിക്കും, അത് ശരിയാണ്. പക്ഷേ അന്നേരം പറഞ്ഞു, നീ എന്തെങ്കിലും ചെയ്തതാ അല്ലേ, ഒന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇച്ചിരി നേരം അമ്മയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, എന്താ അമ്മ ഇതിന് ചെയ്യണ്ടേ? അപ്പോൾ എനിക്ക് എളുപ്പം തോന്നി. ഞാൻ ഒരിച്ചിരി മണ്ണെടുത്തു, 1 രൂപ എടുത്തു. ഞാനത് എന്തിനാണ് എടുത്തതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ 1 രൂപയും എടുത്തു. ആ മണ്ണും എടുത്തിട്ട് ഒരു പേപ്പറിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെ പോയാലും ഇതും കൊണ്ട് വേണം പോകാനെ കൊണ്ട്. പക്ഷേ ഒരു തടസ്സമുണ്ട്, എന്താ തടസ്സം എന്നോട് ചോദിക്കരുത്, അത് എനിക്കറിയത്തില്ല. ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, അതൊന്നും എനിക്കറിയത്തില്ല, ഞാനങ്ങ് പറയുമാ. ഞാൻ പറഞ്ഞു, ഒരു തടസ്സം, ഒരു വലിയ തടസ്സമാണ്, അത് എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആ തടസ്സം നീങ്ങി കല്യാണം നല്ല മംഗളമായിട്ട് നടക്കും എന്ന് മാത്രം ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇവർ ഇത് എൻ്റെ കയ്യിൽ ഒരു കൊച്ചു കാശ് രൂപം ഉണ്ടായിരുന്നു, അതും ഞാൻ കൊടുത്തു. അതും കൊണ്ട് പോയിട്ട് 1.5 മാസം കഴിഞ്ഞിപ്പം ഈ 28-ാം തീയതിയാണ് മോടെ കല്യാണം. എന്നിട്ട് ഇവർ ലോണിൻ്റെ കാര്യത്തിന് പോയപ്പം തടസ്സം എന്തുവായിരുന്നു ചോദിച്ചാൽ, അവരുടെ വീട്ടിലോട്ടുള്ള വഴി അവരുടെ പ്രമാണത്തിൽ അങ്ങനൊരു വഴി പറഞ്ഞിട്ടില്ല. അതാണ് അതിൻ്റെ തടസ്സം. വഴിയില്ലാത്ത സ്ഥലത്തിന് ആരും ലോൺ കൊടുക്കത്തില്ല. പക്ഷേ എങ്കിൽ പിന്നെ പഞ്ചായത്ത് വില്ലേജിൽ ചെല്ലുന്നുണ്ടേ അവരുടെ വസ്തുവിനകത്തോട്ട് വഴിയുണ്ട്. പക്ഷേ 1.5 മാസം കൊണ്ട് അവർ ആ കാശ് ഞാൻ കൊടുത്ത അത്രയും സാധനമായിട്ട് നടന്ന് അവരാ ലോണ് ശരിയാക്കി. 28-ാം തീയതി അമ്മയുടെ കല്യാണമാണ്. അത് നടത്തുന്ന അമ്മയ്ക്ക് 1 കോടി നന്ദി അർപ്പിക്കുന്നു. അതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ സ്നേഹത്തോടെ പറഞ്ഞാൽ അമ്മ നമുക്കത് സാധിച്ചു തരും. നിങ്ങളുടെ മനസ്സിൽ എന്ത് ദുഃഖമുണ്ടെങ്കിലും അമ്മയത് നിങ്ങൾക്ക് നിവർത്തിച്ചു തരും. ഇത്തിരി സങ്കടപ്പെടുത്തിയാലും അമ്മ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ എനിക്കും സങ്കടങ്ങളും അസുഖങ്ങളും എല്ലാം വരും. പക്ഷേ അതൊന്നും നിങ്ങൾ ആരും കാര്യമാക്കേണ്ട കാര്യമില്ല. 2-3 ദിവസം കഴിയുമ്പോൾ അത് നമ്മളെ അമ്മ പരീക്ഷിക്കുന്നതാണെന്ന്, അച്ഛൻ പരീക്ഷിക്കുന്നതാണെന്ന് ഓർത്ത് സമാധാനപ്പെട്ട് പ്രാർത്ഥനയിൽ നിന്ന് മാറാതെ നിന്നാൽ മതി. പിന്നെ അങ്ങനെ എൻ്റെ അടുത്ത് എന്തൊരു കാര്യത്തിന് ആര് വന്നാലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ മാസവും ഞാൻ ഹോസ്പിറ്റലുകളിൽ ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഹോസ്പിറ്റലിൽ പോയി നിൽക്കാൻ ഇപ്പം പേടിയാണ്. നമുക്ക് അവർ സമ്മതിക്കത്തില്ല അതിനകത്ത് നിൽക്കാനോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അവിടെ അങ്ങ് നിൽക്കാനൊന്നും അവർ സമ്മതിക്കത്തില്ല. എന്നാലും പേടിച്ചിരണ്ടാണെങ്കിലും ഞാൻ 1 മാസം പോലും മുടക്കത്തില്ല, അതുകൊണ്ട് കൊടുക്കും. പിന്നെ എന്നെക്കൊണ്ട് കഴിവുള്ള പൈസ വയ്യാതെ കിടക്കുന്ന മക്കൾക്ക് അവർക്ക് കൊടുക്കും.
പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരുന്നുണ്ടെങ്കിൽ അടുത്ത മാസം ചോറ് കൊണ്ടുപോകുന്ന വരെ അവിടെ കണ്ട രോഗികൾക്ക് വേണ്ടി ഒറ്റ ദിവസമില്ലാതെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഓരോ ആൾക്കാരോടും ചോദിക്കുക എന്താ അസുഖം, ആ അസുഖത്തെ വെച്ച് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത പോലെ ഇനിയും ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ പേരിലുണ്ട്. സമയക്കുറവുണ്ടോ ഞാൻ പറയുന്നില്ല. ഇനി അടുത്ത സാക്ഷ്യം എൻ്റെ മോനെയും കൊണ്ട് വന്ന് പറയാൻ അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ജീവിതത്തിൽ ഉടമ്പടിക്ക് ശേഷമുണ്ടായ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ സാക്ഷ്യം പറഞ്ഞത്. ഏറെ പ്രധാനപ്പെട്ടത് സ്വന്തം കാര്യം എന്നതിനേക്കാളുപ്പുറം മറ്റുള്ളവർക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതും അവർക്ക് ലഭിച്ച സൗഖ്യം. അത് ഒരു ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവർക്ക് വരുന്ന രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്ന ആ വ്യക്തി കാരണം ഒരുപാട് ആൾക്കാർ, ഇപ്പം നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്കറിയാം, അവരുടെ സാക്ഷ്യത്തിൽ ഒരു 1-2 കാര്യങ്ങൾ അവരുടേത് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് മുഴുവൻ അവരോട് ബന്ധപ്പെട്ട് അവർ കണ്ടുമുട്ടിയ വ്യക്തികൾ. അത് വളരെ വ്യക്തമായിട്ടുള്ള അനുഭവങ്ങൾ അവർ മൂലം ആ കുടുംബത്തിലും ആ വ്യക്തി ജീവിതത്തിലും ഉണ്ടായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദൈവം അത് അനുവദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ദൈവം ഇപ്പോൾ ശിഷ്യന്മാരെ അയക്കുമ്പോഴും ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന അധികാരം എന്ന് പറയുന്ന കുറേ വസ്തുക്കളല്ല, ഒരു അധികാരം കൊടുക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ച രോഗികൾക്ക് സൗഖ്യം കിട്ടും, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ ബന്ധനങ്ങൾ അഴിയും. ഇങ്ങനൊരു അഭിഷേകം ഉടമ്പടിയിലൂടെയും വ്യക്തികൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ എല്ലാ സാക്ഷ്യങ്ങളിലും തന്നെ അവർക്കൊരു 3rd person 2nd person റെഫറൻസ് ഉണ്ട്. അവർ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം കിട്ടും. അതുകൊണ്ടാണല്ലോ ആരെങ്കിലും നമ്മുടെക്ക് വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച ദൈവത്തിന് മുമ്പിൽ അത് സ്വീകാര്യമാകപ്പെടും എന്നുള്ള രീതിയിൽ ഒരു അനുഭവം അവർക്ക് ഉണ്ടാകുമ്പോഴാണ്. അല്ലെങ്കിൽ പിന്നെ ആരും പ്രാർത്ഥിക്കാൻ പറയില്ല. ഏറെ പ്രത്യേകിച്ച് ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇങ്ങനെ ഒരുപാട് പ്രദേശങ്ങളിൽ വലിയ ആശ്വാസവും സന്തോഷവും വലിയ അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വ്യക്തി ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, അത് വീട്ടിൽ ഇരുന്നിട്ട് വെറുതെ പ്രാർത്ഥിക്കുമല്ലോ, അവിടെ ചെന്ന് അവിടെ ആവശ്യം എന്താണെന്നറിഞ്ഞ് അവർക്ക് ആവശ്യമായത് വിശ്വാസത്തിൻ്റെ ഉടമ്പടിയുടെ വസ്തുക്കൾ നൽകി പ്രാർത്ഥിച്ചു. അപ്പോൾ അതിനുശേഷം അതിന് വ്യക്തമായിട്ടൊരു അടയാളം അവരുടെ കുടുംബത്തിലുണ്ടാകുന്നു. അതിനുശേഷം അവരും പതുക്കെ വിശ്വാസത്തിലേക്ക് കടന്നു വരും. ഇപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരാൾക്ക് വീട് കിട്ടിയതോ സ്ഥലം കിട്ടിയതോ ഒന്നുമല്ല. ഒരാളിലേക്ക് മറ്റൊരാളിലേക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള വിശ്വാസവും പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള അറിവും ചെന്നെത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യവും അനുഭവം. ഈ ഒരു യാത്രയിൽ ദൈവം നമുക്ക് മനുഷ്യരായതുകൊണ്ട് ദൈവം ആദ്യം വന്നവർക്കെല്ലാം ഉടൻ തന്നെ കർത്താവ് സ്വർഗത്തിനെക്കുറിച്ചല്ല പഠിപ്പിച്ചത്. ആദ്യം വന്നവർക്ക് അപ്പവും സൗഖ്യവും എല്ലാം കൊടുത്തത്. അത് ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പതുക്കെ അവസാനമാകുമ്പോഴാണ് ദൈവം യഥാർത്ഥ സ്വർഗീയമായ പ്രബോധനങ്ങൾ നൽകുന്നത്. അത് മനുഷ്യൻ്റെ ഒരു ആവശ്യങ്ങളെ കർത്താവിനറിയാം. ആ ആവശ്യങ്ങളിലൂടെയാണ് ദൈവം തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നത്. ആവശ്യങ്ങളിലൂടെ തന്നെ ആവണമെന്നും നിർബന്ധമില്ല. പക്ഷേ ഉടമ്പടിയിൽ അത് വ്യക്തമായിട്ട് ആ ഒരു കാര്യം ഈശോയും മാതാവും ചെയ്യുന്നു. അതിന് വ്യക്തമായിട്ട് നമുക്ക് കൊടുക്കുവാനും പറയുവാനും അയച്ചു കൊടുക്കുവാനും. ഇപ്പോൾ ആരാധനയെക്കുറിച്ച് 2-3 പ്രാവശ്യം റെഫർ ചെയ്യുന്നുണ്ട്. ആരാധന കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ ദിവ്യകാരുണ്യത്തിനെ കണ്ടു എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഈ സാധാരണ നിന്ന് മുകളിൽ നിൽക്കുന്ന അനുഭവങ്ങളാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പേര് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ അതിനർത്ഥം ഇത് സാധ്യമാണ്, ഉടമ്പടിയിൽ സാധ്യമാണ്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനകൾ ക്രമീകരിക്കുമ്പം ദൈവം നമുക്ക് മുൻപോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ദൈവാനുഭവം നൽകും എന്നുള്ളത് 10,000-ലധികം പേര് ഇവിടെ സാക്ഷ്യം പറയുന്നതിൻ്റെ ബലമുണ്ട്. അതിന് ജാതിയും മതവും ഒന്നൊരു വിഷയമല്ലെന്ന് ഒരുപാട് സാക്ഷ്യങ്ങൾ ഓൾറെഡി തെളിയിച്ചതാണ്. ഇപ്പോൾ ഈ ഒരു സാക്ഷ്യവും ഇപ്പം മാതാവുമായിട്ടുള്ള യാത്രയിൽ മാതാവ് സഹനം തന്നാലും മാതാവ് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നന്മയായിട്ട് വരുമെന്നുള്ളത് വെറുതെ പള്ളിപ്രസംഗം കേട്ടിട്ട് ബൈബിൾ വായിച്ചിട്ട് ബുക്ക് വായിച്ചിട്ട് കിട്ടിയതല്ലല്ലോ, വ്യക്തമായിട്ട് അനുഭവത്തിൽ നിന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസ യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ ഉടമ്പടി എടുത്തവർ. അപ്പം ഇതുപോലെ ഒരുപാട് പേരെ പ്രാർത്ഥിക്കുവാനും അവർക്ക് അനുഭവം ലഭിക്കുവാനും ഇടവരത്തിലെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമമഹത്വം. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് ഈശോയോടും മാതാവിനോടും ഞാൻ ആദ്യം നന്ദി പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ പേര് സ്വാതി കൃഷ്ണ. ഞാൻ കോയമ്പത്തൂരിൽ നിന്നും വരുന്നു. ഞാൻ 2023 മെയ് 1-ാം തീയതിയാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഫോണിലൊക്കെ ആദ്യമൊക്കെ ഈ കൃപാസന മാതാവിൻ്റെ ഷോർട്സൊക്കെ കാണുമായിരുന്നു. ഞാനത് സ്കിപ്പ് ചെയ്ത് വിടായിരുന്നു. കാരണം അന്ന് എനിക്ക് മാതാവിനെയോ ഈശോയെ പറ്റിയോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ദൈവവിളി എന്ന പോലെ ഞാനത് അങ്ങനെ വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ കുടുംബത്തിലും ഒരു പ്രതിസന്ധി ഘട്ടം വന്നു. ഇതെൻ്റെ സഹോദരനാണ്. അവൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് ബസ്സിൽ വരുമായിരുന്നു. ബസ്സിൽ വരുന്ന വഴിയിൽ ഫിക്സ് വന്നു. ബസ് ജീവനക്കാരൊക്കെ കൂടി അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു.
അങ്ങനെ നിരന്തരമായി അവന് ഫിക്സ് വന്നുകൊണ്ടിരുന്നു. 8 മാസത്തിനുള്ളിൽ 4 തവണയാണ് അവന് ഫിക്സ് വന്നത്. ഞങ്ങൾ ആശുപത്രികളിൽ കയറി ഇറങ്ങി നടന്നു. അങ്ങനെ അവസാനം ഒരു MRI എടുത്തപ്പോഴാണ് അറിഞ്ഞത് അവന് ബ്രെയിൻ ട്യൂമറാണെന്ന്. എമർജൻസി ആയി 20 ദിവസത്തിനുള്ളിൽ സർജറി ചെയ്തു ട്യൂമറിൻ്റെ ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ ക്യാൻസർ സെൽസ് പ്രസൻ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ആദ്യമായാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. എന്നും കണ്ണീരോട് കൂടി പ്രാർത്ഥിക്കുന്ന അച്ഛനമ്മയ്ക്കും മുമ്പിൽ എനിക്ക് പിടിക്കാൻ പറ്റാതെയായി. ഞാൻ മൂത്ത മകളാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ വഴി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. അന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ട ആ മാതാവിൽ, ഞാൻ ഷോർട്സിൽ കണ്ട ആ മാതാവാണല്ലോ തമ്പുരാനെ ഇതെന്ന്. ഞാൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. എൻ്റെ വഴി ഇത് തന്നെ. ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. സഹോദരൻ്റെ ചികിത്സ ഒരു ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കേണ്ടായിരുന്നു. അവരവിടെ നിന്ന് 30ഓളം റേഡിയേഷൻ അവന് വേണമെന്ന് പറഞ്ഞു. എനിക്കറിയില്ല അവൻ എന്ത് ചെയ്താൽ ചികിത്സയ്ക്ക് വേണ്ടി സമ്മതിക്കുന്നില്ല, റേഡിയേഷൻ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കുഞ്ഞിനെ ഒന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്താനും അവൻ സമ്മതിക്കുന്നില്ല. അവസാനം ഞങ്ങൾ തമ്പുരാന് തന്നെ അവന് വിട്ടുകൊടുത്തു. ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ അങ്ങേക്ക് മുന്നിൽ ഇവനെ സമർപ്പിക്കുന്നു. ഒരുപാട് ഞാൻ അവന് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. സമാധാനം, ഉറങ്ങാത്ത രാത്രികൾ. ഒരേ ഒരു കുഞ്ഞനിയനേ ഉള്ളൂ. ഈ അവസ്ഥ വന്നല്ലോ എന്ന് ആലോചിച്ച്. പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം എനിക്കൊരു ധൈര്യം വന്നു. പിന്നെ ഞാൻ അവന് വേണ്ടി കരയേണ്ടി വന്നിട്ടില്ല. നിരന്തരമായി ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ കോയമ്പത്തൂരിലാണ്. അതുപോലെ തന്നെ അപ്പോൾ എനിക്ക് അവൻ കുറച്ച് നാൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കും, പിന്നെ ഞാൻ വീട്ടിൽ വരും. അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ അവന് വേണ്ടി ഉടമ്പടി തൈലം ഉപയോഗിക്കാൻ വേണ്ടി അമ്മ വന്നും ഉടമ്പടി എടുത്തായിരുന്നു. അങ്ങനെ ഈ ഒരു വർഷക്കാലം മുഴുവനും ഉടമ്പടി തൈലം തൊട്ട് ശക്തമായി ഈശോയോടും മാതാവിനോടും കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ലഭിച്ചു. ഈ കഴിഞ്ഞ ജൂലൈ 31-ാം തീയതി അവൻ്റെ ഫസ്റ്റ് MRI ആയിരുന്നു. ബ്രെയിൻ നോർമൽ കണ്ടീഷൻ. ക്യാൻസറിൻ്റെ ഒരു കണിക പോലും എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിലില്ല. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി, എൻ്റെ കുടുംബത്തിനെ ഈ തീരാ സങ്കടത്തിൽ നിന്നും കരകയറ്റിയതിന്. രണ്ടാമതായി എനിക്ക് 2 വർഷമായിട്ട് PCOD ഉണ്ടായിരുന്നു. അത് ഇവിടെ ഉടമ്പടി എടുത്ത് വന്ന് 1ാമത്തെ പുതുക്കലിനുള്ളിൽ തന്നെ എൻ്റെ പീരീഡ്സ് റെഗുലറായി തീർന്നു. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, ഞാൻ ട്രിവാൻഡ്രത്തൊരു എക്സാമിന് വേണ്ടി പോയേക്കായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസമാണ് എക്സാം. ഞാൻ തലേ ദിവസം അവിടെ ഒരു റൂം എടുത്ത് താമസിക്കുമായിരുന്നു. അപ്പോൾ ഒരു 5-6 വർഷത്തിന് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരി ഒരു ഡോക്ടറുടെ നമ്പർ വേണ്ടി എന്നെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, പെട്ടെന്ന് എന്താ നിനക്ക് ഈ ഡോക്ടറുടെ നമ്പർ? അപ്പോൾ അവൾ പറഞ്ഞു, അവളുടെ സഹോദരൻ്റെ കുഞ്ഞിന് ICUലാണ് പനി ബാധിച്ച്. എന്താണെന്നറിയില്ല, പനി കുറയുന്നില്ല, ദിവസങ്ങളായി ICUലാണ്. അങ്ങനെ ഒരു സജഷന് വേണ്ടി ഒരു ഡോക്ടറുടെ നമ്പർ വാങ്ങിച്ചതായിരുന്നു. എൻ്റെ കയ്യിൽ ആ ഡോക്ടറുടെ നമ്പർ ഇല്ല. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ആലപ്പുഴ ഇങ്ങനെ ഒരു മാതാവുണ്ട്, ഞാൻ അവിടുത്തെ ഉടമ്പടി ഉണ്ട്, നിങ്ങൾക്കൊന്ന് പോയി ഉടമ്പടി എടുക്കാവോ ചോദിച്ചു. അവൾ പറഞ്ഞു, പെട്ടെന്ന് പോയി എനിക്ക് പറ്റില്ല, എനിക്ക് അറിയില്ല പോകാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, ശരി നീ വിഷമിക്കണ്ട. അവൾ ഭയങ്കര ടെൻസ്ഡായിരുന്നു, കരയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നീ സങ്കടപ്പെടേണ്ട, ഞാൻ ഒരു മാതാവിൻ്റെ ഫോട്ടോയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും അവൾക്ക് അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, നീ ശക്തമായി പ്രാർത്ഥിക്കുക, ഇതാണ് മാതാവ്, ഇതാണ് ഈശോ, നീ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ICUവിൽ ആ കുഞ്ഞിൻ്റെ അമ്മ ആ കുഞ്ഞിൻ്റെ അടുത്തിരിക്കുമ്പം ആ ചേച്ചിക്ക് നീ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അവരും ശക്തമായി പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങൾ മറന്നുപോയി, എല്ലാ കാര്യങ്ങളും മറന്നുപോയി. ഞാനും ഹസ്ബൻഡും കൂടി മുട്ടിപ്പോയി ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിപ്പോൾ അവിടെ പോയി ഒന്നും അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല. മാതാവേ നീ അവിടെ പോയി നീ അവനെ സൗഖ്യപ്പെടുത്തിയെന്ന് എനിക്കൊരു തെളിവ് തരണേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എക്സാം കഴിഞ്ഞ് തിരിച്ച് ട്രെയിനിൽ വരുമ്പോൾ അവൾ പറഞ്ഞു, അവന് യൂറിനൊന്നും പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൾ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ടെമ്പറേച്ചർ കുറഞ്ഞു, അവൻ യൂറിൻ പാസ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയപ്പോൾ അവൾ വിളിച്ച് പറയുകയാണ്, ആരാന്നറിയില്ല, കുഞ്ഞിൻ്റെ തലേനടിയിൽ നിന്ന് ഒരു കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ കിട്ടിയെന്ന്. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. മാതാവ് എനിക്ക് തെളിവ് തന്നു. പിന്നെ എനിക്ക് പേടിയുണ്ടായില്ല. അവൻ ദിവസങ്ങൾക്കകം തന്നെ
ഡിസ്ചാർജായി, സൗഖ്യപ്പെട്ട് ഡിസ്ചാർജായി പോന്നു. പിന്നെ എനിക്ക് ഈ ഉടമ്പടി യാത്രയിൽ എനിക്ക് മാതാവ് തന്നൊരു വലിയൊരു അനുഭവമുണ്ട്. കാരണം ഒരു ദിവസം രാത്രിയിൽ എനിക്ക് ശക്തമായൊരു വയറുവേദന അനുഭവപ്പെട്ടു. ഞാനും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഉടമ്പടി തൈലം പ്രയോഗിച്ചു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാനും മാത്രമേ ഉള്ളൂ, കുഞ്ഞു പേടിക്കണു, എനിക്കിങ്ങനെ വേദന എടുത്ത് കാണുമ്പോൾ കുഞ്ഞു പേടിക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടേ ചോദിച്ചു. അപ്പോൾ ഈ PCODക്ക് വേണ്ടിയിട്ട് ഞാൻ ദിവസവും വൈകിട്ടിൽ ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് എനിക്ക് വേദന കുറഞ്ഞു വരുന്നത് പോലെ തോന്നി. ഞാൻ വേറെ ആരും ഇല്ലല്ലോ, ബൈബിൾ എടുത്ത് അടുത്ത് വെച്ച് എങ്ങനെയോ ഉറങ്ങിപ്പോയി. രാവിലെ എണീറ്റു, കുഴപ്പമൊന്നുമില്ല. ഹസ്ബൻഡ് വന്ന് ഒരു 3-4 ദിവസം അങ്ങനെ പോയി. പക്ഷെ വയറിന് ചെറിയൊരു അസ്വസ്ഥതയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി നോക്കി. സ്കാൻ ചെയ്തപ്പോൾ 14 mm ഉള്ളൊരു അപ്പൻഡിക്സ് എൻ്റെ ശരീരത്തിലുണ്ട്. നല്ല പഴുപ്പുമായിട്ടുണ്ട്. അങ്ങനെ ഒരു 5 ദിവസത്തേക്ക് ഡോക്ടർ ആൻറ്റിബയോട്ടിക് തന്നു. അപ്പോൾ ഹസ്ബൻഡിന് ഒരു സംതൃപ്തിക്കുറവ്. ഞങ്ങളങ്ങനെ നാട്ടിലോട്ട് പോന്നു. നാട്ടിൽ വന്ന് ഡോക്ടർ വിശ്വസിക്കുന്നില്ല, 14 mm ഉള്ള അപ്പൻഡിക്സ് വെച്ച് പഴുപ്പും വെച്ച് കുട്ടി എങ്ങനെ ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നു എന്ന്. ഞാൻ മനസ്സിലോർത്ത് എൻ്റെ കൂടെ മാതാവുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. CT സ്കാൻ ചെയ്തപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് അപ്പൻഡിക്സ്. അങ്ങനെ ഒരു എമർജൻസി സർജറി പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ അവർ സർജറിക്ക് തയ്യാറായി വരാൻ പറഞ്ഞു. എനിക്ക് പേടിയൊന്നും ഉണ്ടായില്ല. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ സർജറി, ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ. ഞാൻ ധൈര്യമായിട്ട് ചെന്നു. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, നിനക്കത് എവിടെ നിന്ന് ഇങ്ങനെ ധൈര്യം? ഞാൻ പറഞ്ഞു, ഏട്ടാ ഈശോ ഉണ്ട് കൂടെ, മാതാവ് ഉണ്ട് കൂടെ, പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണേ? അപ്പോൾ രാവിലെ ചെന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ കണ്ണിൽ ഉടക്കപ്പെട്ടത് ഒരു നീല കളർ ടാക്സിയാണ്. ആ ടാക്സിയുടെ ഫ്രണ്ടിൽ കൃപാസനം, നമ്മുടെ കൃപാസനം പത്രം ഫോൾഡ് ചെയ്തിട്ട് കൃപാസനം എന്ന് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കണ്ടു. ഇപ്പം ഞാൻ പറഞ്ഞു, മാതാവ് വന്നിട്ടുണ്ട് ഇവിടെ, മാതാവ് ഉണ്ട്. എൻ്റെ സർജറി ഡേറ്റ് തന്നിരുന്നത് മെയ് 31-ാം തീയതി, മാതാവിൻ്റെ വണക്കമാസം അവസാനം വൈകിട്ട് 3 മണിക്കായിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് കൂടെയുണ്ട്. അങ്ങനെ സർജറിക്ക് മുമ്പുള്ള പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് സർജറിക്ക് കയറ്റി. സർജറി കഴിഞ്ഞു. എനിക്ക് ലൈറ്റായിട്ട് ബോധം വന്നപ്പോൾ നല്ല വേദനയുണ്ട്. ക്ലോക്കിൽ അവിടെ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു, അവിടെ നോക്കിയപ്പോൾ 8 മണിയായി. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, എൻ്റെ സായാഹ്ന പ്രാർത്ഥന ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ മനസ്സിലൊരു പച്ച തിരിയും കത്തിച്ച് വെച്ച് ഞാൻ എൻ്റെ സായാഹ്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോഴാണ് എന്നെ അവിടെ നോക്കാൻ 2 നഴ്സുമാരുണ്ടായിരുന്നു. അതിലൊരു നഴ്സിൻ്റെ കയ്യിലൊരു റിങ്ങിൽ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടോ? അപ്പോൾ നഴ്സ് പറഞ്ഞു, ഞങ്ങൾ 2 പേരും ഉടമ്പടി എടുത്തവരാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനും ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ ആ ICU മുഴുവൻ കൃപാസനം മാതാവും ഈശോയും ഇവിടുത്തെ അത്ഭുതങ്ങളും, അങ്ങനെ എൻ്റെ വേദനയൊക്കെ ഞാൻ പറഞ്ഞു. ഈ മാതാവിനെ കുറിച്ച് പറയാനൊരു സിറ്റുവേഷൻ കിട്ടുമ്പോൾ ഞാൻ ഒട്ടും അത് എന്താ പറയുക, ഭയങ്കരമായിട്ട് സംസാരിക്കുമായിരുന്നു മാതാവിനെ പറ്റി. അങ്ങനെ ഞങ്ങൾ മണിക്കൂറുകളോളം ഈശോയെ പറ്റിയും മാതാവിൻ്റെ പറ്റിയും ഇവിടുത്തെ അത്ഭുതങ്ങളെ പറ്റിയും സംസാരിച്ചു. വേദനകൾ ഞാൻ മറന്നു. സന്തോഷത്തോടു കൂടി പിറ്റേ ദിവസം ഞാൻ ഡിസ്ചാർജ് കഴിഞ്ഞ് പോയി എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തികളെ കുറിച്ചാണ്. പ്രേക്ഷിത പ്രവർത്തികൾ ചെയ്യുമ്പോഴും മാതാവിൻ്റെ ഈശോയിൻ്റെയും ഇടപെടലുകൾ ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് എത്രത്തോളം പത്രം വാങ്ങിക്കൊണ്ട് പോകുന്നോ, ഓരോ പത്രവും ഒരു സായാഹ്ന പ്രാർത്ഥനയ്ക്കും ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്കും ശേഷം ഓരോ പത്രത്തിലും തൈലം തൊട്ട് പ്രാർത്ഥിച്ച് ഓരോ പത്രങ്ങളും ഓരോ ജീവിതങ്ങളായി കണ്ട് അവരുടെ ഭൗതിക ജീവിതത്തിനും അതിലുപരി അവരുടെ ആത്മീയ ജീവിതത്തിനും വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ട് കവലകളിൽ, ആശുപത്രികളിൽ, അതുപോലെ തന്നെ പള്ളികളിൽ എല്ലാം ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ഇപ്പം ഞങ്ങൾ കോയമ്പത്തൂരാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയും, ഏട്ടാ നമുക്കിപ്പോൾ കോയമ്പത്തൂർ നമ്മളിപ്പോൾ എത്ര കാലം നിൽക്കും എന്നൊന്നും അറിയില്ല, പക്ഷേ നിൽക്കുന്നോടത്തോളം കാലം മാതാവിന് ഈശോയും നമുക്ക് കൈമാറിക്കൊണ്ടേയിരിക്കണം. 1, 2, 3 ഉടമ്പടി പുതുക്കിയപ്പോൾ ഞങ്ങൾ ചുറ്റുവട്ടത്തും അവിടെ പള്ളികളിലും എല്ലാം ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോയി നടന്നു കൊടുത്തു പത്രം. അപ്പം ഞാൻ ഒരു സേടൻ്റെ അടുത്ത് പറഞ്ഞു, ഏട്ടാ ഇനി നമുക്ക് കുറച്ചും കൂടി അകലെ പോകണം. ഇവിടെ ഏകദേശം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈശോയും മാതാവിനും കൈമാറി കഴിഞ്ഞു, ഇനി നമുക്ക് കുറച്ചും കൂടി അകലെ പോവാം. അപ്പോൾ വഴികളൊന്നും ഞങ്ങൾക്ക് അധികം പരിചയമില്ല. ഞങ്ങൾ പൊള്ളാച്ചി റൂട്ട് പോയപ്പോൾ അത് ഫുള്ള് ഹൈവേ ആയിരുന്നു, ആൾക്കാരൊന്നുമില്ല. ഞങ്ങൾ എപ്പോൾ പത്രം കൊടുക്കുമ്പോഴായാലും ഒരുപാട് ജനങ്ങൾ തിങ്ങി നിറഞ്ഞെടുത്ത് മാത്രമേ പറഞ്ഞ് പത്രം കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ
പൊള്ളാച്ചി റൂട്ട് പോയപ്പോൾ ആൾക്കാരൊന്നുമില്ല, ഹൈവേ ആണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ബസ് സ്റ്റാൻഡിൽ നമുക്ക് പോയി പത്രം കൊടുക്കാം. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക്, വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടില്ല. പാർക്ക് ചെയ്യാൻ മെല്ലെ വണ്ടി നീക്കി പോയി നേരെ കൊണ്ട് നിർത്തിയത് ഒരു മാതാവിൻ്റെ പള്ളിയുടെ ഫ്രണ്ടിലായിരുന്നു. എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല. വിശുദ്ധ കുർബാന നടക്കുന്ന സമയമായിരുന്നു. ഞാനൊരു ഹിന്ദു ആണ്. എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങൾ രണ്ടേലോ പത്രം എടുത്ത് ഇറങ്ങി പള്ളിയുടെ കൂടി പോയി വിശുദ്ധ കുർബാന കൂടി. കുർബാനയ്ക്ക് ശേഷം സന്തോഷത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കേരളത്തിൽ ആലപ്പുഴ എന്നൊരു പള്ളിയുണ്ട്, മാതാവിൻ്റെ പള്ളിയുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കണം, നിറയെ ബ്ലെസ്സിങ്സ് ഒക്കെ ഉള്ള ഒരു ഇടമാണ്, നിങ്ങളും പോയി പ്രാർത്ഥിക്കണേന്ന് എല്ലാവരോടത്തും പറഞ്ഞ് ആ പത്രം ഞങ്ങൾ കൊടുത്തു. അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളായി ചെയ്തിരുന്നത് എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ ഭക്ഷണപ്പൊതി രാവിലെ 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു 13-14 പൊതി രാവിലത്തെ ഭക്ഷണം വീട്ടിൽ തന്നെ പാചകം ചെയ്ത് അതും കൊണ്ട് ഇറങ്ങും. വഴിയോരങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കും. ഞങ്ങൾ ആദ്യത്തെ തവണ ഇത് ഉടമ്പടി എടുത്ത് വന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത ശേഷം ഞങ്ങൾക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റി 12 പൊതിയും. അങ്ങനെ ഒരു ദിവസം ഒരു സൺഡേ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഒരു ഇട ദിവസം പോയാണ് ഞങ്ങളത് കൊടുത്തത്. അപ്പോൾ ഹസ്ബൻഡിന് 9 മണിക്ക് പഞ്ച് ചെയ്യും വേണം, ഓഫീസിൽ പോവും വേണം. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല രാവിലെ തന്നെ. ഞങ്ങളെന്ത് സാരമില്ല, ഇനി ലേറ്റ് ആയാലും സാരമില്ല, ഒരുപാട് ദൂരം വണ്ടി ഓടിച്ച് കണ്ടെത്തി കൊടുത്തു. മനസ്സിന് ഭയങ്കരമായൊരു സന്തോഷം തോന്നി, ഒരു ആത്മസംതൃപ്തി തോന്നി. അന്നാണ് ഈ ഉടമ്പടി ജീവിതത്തെ എത്രത്തോളം നമുക്ക് മാനസികമായും നമുക്ക് എത്രത്തോളം സന്തോഷം തരും ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ എനിക്ക് ഒന്ന് പറയാനുള്ളത്, നമ്മൾ ഏത് പ്രതിസന്ധി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും ഈശോയെയും മാതാവിനെയും മുറുകെ പിടിക്കുക. നമ്മളെ തളർത്താൻ പല പരീക്ഷണങ്ങളുണ്ടാവും, പക്ഷേ മുറുകെ പിടിക്കുക. അത് ഈശോയും മാതാവും തന്നെ നമ്മുടെ പുതിയ ജീവിതത്തിലേക്കുള്ള വഴി തെളിയിക്കും എന്നതാണ് എൻ്റെ വിശ്വാസം. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. ഈ അൾത്താരയിൽ നിന്ന് എന്നെ സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ചതിനും അതുപോലെ തന്നെ എൻ്റെ സഹോദരന് മുന്നിൽ നിങ്ങളുടെ ഒരു സാക്ഷിയായി, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇന്നിവനെ പൂർണ്ണ ആരോഗ്യത്തോടെ ഇവിടെ നിൽക്കുവാനും അനുഗ്രഹിച്ച ദൈവത്തിന് കോടാനുകോടി നന്ദി. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ഗ്രന്ഥം വളരെ വിശുദ്ധമായിട്ടും വിശിഷ്ടമായിട്ടും കാണുന്ന ഒന്നാണ് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. ദൈവം ഒത്തിരിയേറെ ആദരിക്കുന്നതും മാനിക്കുന്നതുമാണ് സഹോദര ബന്ധം എന്ന് പറയുന്നത്. നമ്മളുടെ മുൻപിൽ സ്വാതി കൃഷ്ണ എന്ന സഹോദരി തൻ്റെ സഹോദരൻ്റെ രോഗസൗഖ്യത്തിനെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്, ഈ സഹോദരന് വേണ്ടി തൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് പ്രാർത്ഥനയിലൂടെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട് ഈ സഹോദരി എടുത്ത ത്യാഗമനോഭാവവും ജീവിതത്തിൽ കൈക്കൊണ്ട മാർഗങ്ങളുമാണ്. ഈ സഹോദരി തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രേക്ഷിതയായിക്കൊണ്ട് അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമായിക്കൊണ്ട് അനേകരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ ഈ സഹോദരൻ്റെ ജീവിതത്തിൽ രോഗസൗഖ്യമായിട്ട്, അഭിഷേകമായിട്ട്, അനുഗ്രഹമായിട്ട് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും കടന്നു വന്നുവെന്ന് ഈ കുടുംബം ഉറച്ചു വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ഒത്തിരിയേറെ രോഗസൗഖ്യങ്ങളെക്കുറിച്ച് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തി. ഇവിടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ നിരന്തരമായിട്ടുള്ള സാന്നിധ്യം ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൽ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവരെ, ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പ്രകടമാണ് എന്നുള്ള തിരിച്ചറിവാണ് ഈ സാക്ഷ്യം നമ്മളോട് പങ്കുവെക്കുമ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരും, ഉടമ്പടി എടുത്ത എല്ലാവരും അവരുടെ സഹോദര ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടും ആ ബന്ധങ്ങളിലുള്ള കുറവുകളെ പരിഹരിക്കുവാനായിട്ടും അങ്ങനെ പരിശുദ്ധ അമ്മയുമായിട്ട് ആഴമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കുവാനായിട്ടും ഉള്ള വലിയ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ വിശ്വാസ തീക്ഷ്ണതയോടുകൂടി ഈ കുടുംബത്തിന് പരിശുദ്ധ അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറയാം. എൻ്റെ പേര് അശ്വതി എന്നാണ്. എൻ്റെ ഹസ്ബൻഡ് സന്തോഷ്, മക്കൾ ആർദ്ര, ആർഷ. ഞാനിവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. 2021 ഡിസംബർ 11-ാം തീയതി
എൻ്റെ മോൾക്ക് പെട്ടെന്ന് താന്നു പോയിട്ട് അമൃത ഹോസ്പിറ്റലിൽ പോവുകയും അവിടുന്ന് ചെക്കപ്പ് എല്ലാം ശേഷം ടെസ്റ്റ് എല്ലാം ചെയ്തപ്പം പ്ലാസ്റ്റിക് അനീമിയ എന്ന രോഗമാണെന്ന് പറയുകയും ചെയ്തു. അപ്പം പ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് മാത്രമേ അതിനകത്തൊരു ഓപ്ഷനുള്ളൂ. അപ്പോൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, ഫണ്ട് വേണം, അതിൽ തന്നെ അവർ ഉറപ്പ് പറയത്തില്ല. അങ്ങനെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഫിക്സ് ചെയ്തു, ഫണ്ടിങ് വെച്ചു, ഫണ്ടായി. അങ്ങനെ ഡോണർ എൻ്റെ ഇളയ മോള് തന്നെയായിരുന്നു. അപ്പം അവളെ കൊണ്ടുവന്ന് ചെക്കപ്പ് എല്ലാം നടത്തി, കീമോ സ്റ്റാർട്ട് ചെയ്ത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ ഒരു തിങ്കളാഴ്ച മൂത്ത കുഞ്ഞിനെ കീമോയ്ക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ആ സമയത്ത് ഇളയ മോളും അവിടെ അഡ്മിറ്റ് ആവണം, അവളാണ് ഡോണർ. അങ്ങനെയെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ഞായറാഴ്ച ഇളയ മോളുടെ കോഡ് ടെസ്റ്റ് ചെയ്തിട്ട് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞപ്പം അവൾക്ക് കോഡ് പോസിറ്റീവ് എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് ബ്ലോക്കായി. അങ്ങനെ ഇരിക്കെ ഈ ട്രാൻസ്പ്ലാന്റ് തിങ്കളാഴ്ച തുടങ്ങാനിരുന്നിട്ട് ബുധനാഴ്ച ആയപ്പോഴത്തേനും അവൾക്ക് തന്നെ കൗണ്ട് കൂടി വരികയും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഡോക്ടർമാർ ഇനി വെയിറ്റ് ചെയ്യാമെന്ന് പറയുകയും അങ്ങനെ മുന്നോട്ട് വ്യത്യാസം വരികയായിരുന്നു. അപ്പം ഇവൾക്ക് എന്നാന്നൊന്നും അറിയത്തില്ലാതിരുന്ന സമയത്ത് ഒരു ചേച്ചി, എനിക്കറിയത്തില്ല ആ ചേച്ചി ആരാണ്, ആ ചേച്ചി എൻ്റെ കൊണ്ട് പത്രം തന്നിട്ട് വന്ന് പ്രാർത്ഥിക്കണം, ഇത് വെച്ച് പ്രാർത്ഥിക്കുക. കാരണം ആ ചേച്ചിയുടെ മോന് വേണ്ടിയിട്ട് പത്രം ആരോ കൊടുത്തത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് ചേച്ചി ഡിസ്ചാർജ് ആകാൻ നേരം എൻ്റെ കൊണ്ട് തന്നു. ഞാനത് വെച്ചിട്ട് പ്രാർത്ഥിച്ചു, എന്നും പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ ആ വാർഡിൽ ആ കട്ടിലയിലിരുന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് ഒരു ദിവസം എനിക്ക് പനി വന്നപ്പം ഞാൻ എന്നോട് കൊച്ചിൻ്റെ അടുത്തുനിന്ന് മാറിയിരിക്കണം, അവൾക്ക് ഇമ്മ്യൂണിറ്റി പവർ ഒന്നുമില്ല, അപ്പം അവളുടെ അടുത്തുനിന്ന് മാറണമെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് പേടിയാണ് അവളുടെ അടുത്തുനിന്ന് മാറാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്, ആ കൂട്ടത്തിൽ എവിടുന്നോ അറിയാതെ എൻ്റെ വായി വന്ന വാക്കാണ് ഉടമ്പടി എന്നുള്ള വാക്ക്. ഞാൻ ഉടമ്പടി എടുത്തോളാവേന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പതുക്കെ അവൾക്ക് കൗണ്ട് കയറി വന്നപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഇത് കിടന്നു. അത് കഴിഞ്ഞ് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അവിടെ അടുത്തോട്ട് മാറി താമസിക്കാൻ പറഞ്ഞു, എങ്കിലും വീട്ടിലോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു അവൾക്ക് പതുക്കെ ആ വീട്ടിലോട്ട് വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു മരുന്നിൽ തന്നെ നോക്കാം, അവൾക്ക് ചെറിയ വ്യത്യാസം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2.5 വർഷം കൊണ്ട് അവൾക്കിപ്പം മരുന്ന് പൂർണ്ണമായിട്ട് നിർത്തി. ആ മരുന്ന് നിർത്തിയ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വന്ന് മെയ് 16-ാം തീയതി ഉടമ്പടി എടുത്തു. മെയ് 31-ാം തീയതിയാണ് പറയുന്നത് അവൾക്ക് മരുന്ന് നിർത്തി നോക്കാം ഇനിയെന്ന്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതും എൻ്റെ ഉടമ്പടി ഞാൻ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇനിയിപ്പം മരുന്ന് വേണ്ട, ഇവളുടെ കാര്യത്തിൽ പേടിക്കണ്ട എന്ന് പറയുന്നത്. കാരണം ഉടമ്പടി എന്ന വാക്കോ, ഞാനൊരു ഹിന്ദുവാണ്, എങ്ങനെ എനിക്ക് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അതിലോട്ട് എത്തിയത് ഞാൻ ഒത്തിരി പേരുടെ അടുത്ത് ചോദിച്ചാൽ. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ആ വാക്ക് എൻ്റെ വായിൽ എവിടെ നിന്ന് വന്നെന്നോ ആ പ്രാർത്ഥന എങ്ങനെ വന്നെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാനത് ആ ഉടമ്പടി എടുത്ത സമയം തൊട്ട് എനിക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചും വായിച്ചും യൂട്യൂബിലൊക്കെ കണ്ടും എല്ലാം ഞാൻ ചെയ്ത ആ ഉടമ്പടിയുടെ സമയത്ത് തന്നെയാണ് ഇവളിൽ ഓരോ വ്യത്യാസം വന്ന് ഞങ്ങളുടെ ജീവിതം. സത്യം പറഞ്ഞാൽ ഇവൾക്ക് അസുഖം വന്ന സമയം എന്ന് പറഞ്ഞാൽ ജീവിതം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയായിരുന്നു. ജീവിതമില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഇവള് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ പ്രാർത്ഥന വരുന്നതും ഇവൾക്ക് വ്യത്യാസം വരുന്നതും ഇവൾക്ക് അസുഖം മാറി വരുന്നതും എല്ലാം മാതാവായിട്ട് ഞങ്ങൾക്ക് തന്ന ജീവിതമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഇപ്പം ഇവള് സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഈ കുടുംബം ഏറെ പ്രത്യേകിച്ച് മൂത്ത മകളുടെ സാക്ഷ്യം പറയാനായിട്ടാണ് ഇന്നിവിടെ രാവിലെ തൊട്ട് വന്ന് ഇത് സാക്ഷ്യം പറയാനായിട്ടാണ് ഇത്ര നേരം കാത്തിരുന്നത്. അതിൻ്റെ സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതായത് ഈ കുഞ്ഞിന് ഒരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് പറഞ്ഞതാണ്, അതിനുള്ള ഡേറ്റും ഫിക്സ് ചെയ്ത് കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ട് നിന്ന സമയത്ത് ഒരു കോവിഡ് വന്നു അല്ലേ, ഇളയ മോൾക്ക് കോവിഡ് വന്നു. ആ ഒരു വളരെ ഇങ്ങനെയെല്ലാം ഫിക്സ് ചെയ്ത് കാര്യങ്ങളെല്ലാം മുൻപോട്ട് വളരെ ക്രൈസിസ്, ഇതിന് പ്രത്യേകമായിട്ട് കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആരോ കൊടുത്തൊരു പത്രം ഒരാൾ ഉപയോഗിച്ചതിന് ശേഷവും പിന്നീട് ഇവർക്ക് ഒന്നും പറയാതെയാണെങ്കിലും ജസ്റ്റ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പം ഇതിനെക്കുറിച്ച് ഇതെന്താണോ അങ്ങനെ ഒന്നും അന്ന് ഇദ്ദേഹത്തിന് അറിയത്തില്ല. ആ ചേച്ചി പറഞ്ഞു ഇത് വെച്ച് പ്രാർത്ഥിക്കണം, പരിശുദ്ധ അമ്മയോട്, അമ്മയുടെ വലിയ സാന്നിധ്യമാണെന്നുള്ളൊരു 1-2 വാക്ക് മാത്രമാണ് പറഞ്ഞത്. അത് വെച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതും, അത് എപ്പോഴും ആദ്യം മാതാവിനെക്കുറിച്ച് അറിയുന്നത് ഈ കൃപാസനത്തിൽ ഈ പത്രത്തിൽ നിന്നാണ്.
അതൊരു പരിശുദ്ധ അമ്മയുടെ കരമാണ് ഇവിടുത്തെ പത്രമെന്ന് ഒരു ഭംഗിവാക്കല്ല പറയുന്നതെന്നുള്ളത് അനവധി സാക്ഷ്യങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു സത്യമാണ്. ഒരുപാട് വലിയ അനുഭവങ്ങൾ ഈ അൾത്താരയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പരിശോധിച്ചാൽ അതിൻ്റെയൊക്കെ ആരംഭം ഇതുപോലെ വിശ്വാസത്തോടും അല്ലെങ്കിൽ സ്നേഹക്കുറവോടും അല്ലെങ്കിൽ ആരെങ്കിലും വെച്ചു മറന്നത് ഇട്ടിട്ട് പോയതായിട്ടുള്ള ഈ പത്രം എന്ന് പറയണത് എന്താണെന്ന് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം ഒരു ബൈബിൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ ആ ബൈബിളിലുള്ള വചനം ഒരാൾ ജീവിച്ച് ഒരാൾ അനുഭവിച്ചത് വളരെ ചുരുങ്ങിയ ഭാഷയിൽ എഴുതിയതും വചനവ്യാഖ്യാനം എല്ലാം തുടങ്ങുന്നൊരു ബൈബിളിന് സമാനമായൊരു വിശുദ്ധ വേദവാക്യങ്ങളാണ് അതിനകത്തുള്ളത്. അത് പരിശുദ്ധമായ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയൊരു ആയുധമായിട്ട് ഒരുപാട് പ്രാവശ്യം ഒരുപാടവർക്ക് അനുഗ്രഹമാണ്. അപ്പം ഇത് കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അതിനുശേഷം ഈ മകൾ പറയുന്നുണ്ട്, ഈ വാക്കും ഉടമ്പടി എന്ന വാക്ക് യാതൊരു വിധേന മനസ്സിൽ വരാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പം ഈ ഒരു വാക്ക് ഒരു പക്ഷേ പത്രത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഈ മകൾ പതുക്കെ ആ ഒരു ക്രൈസിസ് പിക്കപ്പ് ചെയ്തതിനു ശേഷം ഒരു ബോൺമാരോ ട്രാൻസ്പ്ലാന്റിൻ്റെ ആവശ്യം പോലും ഇല്ല എന്ന് പറയുന്ന രീതിയിൽ കാര്യം ക്രമപ്പെട്ടു തന്നെ. ഇപ്പം നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. കാരണം ഈ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വളരെ പ്രതിസന്ധിയുടെ ഒരു സമയത്ത് ആരോ നൽകിയ പരിശുദ്ധ അമ്മയുടെ ഈ ഒരു വാർത്തയും ഈ ഒരു സദ്വാർത്തയും അവർ പ്രാർത്ഥിച്ചു എന്നുള്ളത്, രണ്ടുപേരും അല്ലെങ്കിൽ ഈ വ്യക്തി പ്രാർത്ഥിച്ചു എന്നുള്ളതും അത് സൗഖ്യത്തിന് കാരണമായെന്നുള്ളതും പിന്നീട് ഇദ്ദേഹം ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയുടെ കാര്യം കൃത്യമായിട്ട് ചെയ്തു എന്നുള്ളത് ഈ കുടുംബമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിലായിരിക്കുന്നവരൊക്കെയും ഒരു പക്ഷേ അത് ഇറങ്ങുമ്പോഴേക്കും പരിഹാസവും നിന്ദനവും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴും പരിശുദ്ധ അമ്മ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പും കൂടെയാണ് ഇതുപോലെ നമുക്ക് ലഭിക്കുന്ന സാക്ഷ്യം. ഒരു പക്ഷേ ഉടമ്പടിയിൽ ക്രിസ്തുവിൻ്റെ അനുഭവങ്ങൾ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമൊക്കെ ഒരുപാടിടയ്ക്ക് ഇപ്പോഴും കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഒരു പക്ഷേ നിങ്ങൾ സ്നേഹത്തോടെയോ വിശ്വാസത്തോടെയോ ഒക്കെ നൽകിയിട്ടുള്ള കൃപാസനം പത്രത്തിൽ നിന്നുള്ളതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഈ ഒരു സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ. ഒപ്പം അതിനേക്കാളും അപ്പുറം ഈ കുടുംബം ഉടമ്പടിയിലേക്ക് വരണമെന്ന് അമ്മ നേരത്തെ കരുതിയിട്ടുണ്ട്. അതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള മറ്റൊരു ദൈവിക പദ്ധതിയും. അതുപോലെ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് നമുക്ക് തീക്ഷ്ണതയുള്ളവരാകാം. ഏറെ പ്രത്യേകിച്ച് മകൾക്ക് ലഭിച്ച വലിയ സൗഖ്യത്തിനും അതിനേക്കാളപ്പുറം ഇവർക്ക് ലഭിച്ച വലിയ പരിശുദ്ധമ്മയുടെ വലിയ സാന്നിധ്യത്തിനും എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വം. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്ന എൻ്റെ പേര് അനുജ. എനിക്ക് ഏറ്റവും കൂടുതലൊരു പ്രയാസം വെച്ചാൽ വന്ന് എത്തിയത് തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയുള്ള വീട്ടിൽ തന്നെ ഒരു വീട് 10-13 വർഷത്തോളം. കാരണം എൻ്റെ കല്യാണ സമയത്ത് വെച്ച് തരുന്ന ഒരു പ്രമാണം വെച്ച് ലോൺ എടുത്ത് എൻ്റെ വിവാഹം നടത്തിയതാണ്. അവർക്ക് തിരിച്ച് പിന്നെ അവർ കുറച്ച് പൈസകൾ അടച്ചു, പിന്നെ കുറേ പെൻഡിങ്ങായി, അങ്ങനെ വർഷങ്ങളോറും പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു. അതിപ്പം ഈ കഴിഞ്ഞ 23 മാർച്ച് സമയത്ത് ആയപ്പോഴേക്കും ജപ്തിയായി, പൂർണ്ണമായും ജപ്തിയായി. 23 ഒരാഴ്ചക്കുള്ളിൽ അടച്ചില്ല എന്നുണ്ടെങ്കിൽ അതവർ വീട് വിട്ട് ഇറങ്ങണം എന്നായിരുന്നു. എനിക്ക് ഏത് വേണമെന്ന് അറിയാൻ വയ്യാത്തൊരു ഇതായിപ്പോയി. പക്ഷെ ഞാൻ നേരത്തെ ഇവിടെ എത്തി, എൻ്റെ കൂട്ടുകാരികൾ മുഖേന ഇവിടെ എത്തിയെങ്കിലും ഞാൻ അവരിൽ നിന്നും ഞാൻ ഇവിടെ വന്ന് അമ്മയെ കണ്ട് തൊഴുത് തിരിച്ചു മടങ്ങിയപ്പോൾ ഒരു ഫോട്ടോയും വാങ്ങിച്ചാണ് ഞാൻ തിരിച്ചു മടങ്ങിയത്. എല്ലാ ദിവസവും എനിക്കൊരു താൽക്കാലിക ജോലി ഉണ്ടായിരുന്നുണ്ട് അംഗനവാടിയിൽ. ഞാൻ പോകുമ്പോഴെല്ലാം ഞാൻ മാതാവിനോട് ഓരോ കാര്യങ്ങൾ, ഓരോ സങ്കടങ്ങളും പറഞ്ഞിട്ട് പോകുമ്പോൾ തിരിച്ചെത്തുമ്പോൾ എനിക്കത് സാധിച്ചു തരാറുണ്ട്. ഞാൻ അങ്ങനെ ഇത് കേട്ട ഉടനെ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് എത്രയും പെട്ടെന്നും എൻ്റെ അച്ഛനമ്മയും കടത്തിണ്ണയിൽ കിടത്താതെ എനിക്ക് ആ പ്രമാണം തിരിച്ചെടുക്കാനുള്ള ഏതെങ്കിലും ഒരു വഴി കാട്ടിത്തരണേ എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്തായാലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു ദിവസം ഞാൻ ഇതിനൊക്കെ കിടന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു രാത്രി ആയപ്പോഴും എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്നൊരു തോന്നലായിരുന്നു. ഞാനത് എൻ്റെ ഭർത്താവിനോട് ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം എൻ്റെ ഭർത്താവ് പറഞ്ഞ് പറ്റത്തില്ല, നിനക്ക് ഏതെങ്കിലും കേൾക്കുമ്പോൾ നിനക്ക് അങ്ങോട്ട് പോകണം എന്നൊരു തോന്നലാണ്, ഇപ്പം എങ്ങനെ പോകാൻ പറ്റും, ഇപ്പം നടക്കത്തില്ലല്ലോ എന്നാണ് എൻ്റെ അവിടെ ആവശ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് എൻ്റെ ഭർത്താവിന് നിങ്ങളടുത്തേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ, നിങ്ങളെ എന്നെ കൊണ്ടുപോകാനുള്ളൂ, വേറെ ആരുമില്ല, എങ്ങനെയെങ്കിലും എന്നെ അവിടെ കൊണ്ടെത്തിക്കണമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷേ അന്നേരം എൻ്റെ ഹസ്ബൻഡ് കേട്ട് എൻ്റെ കൂടെ ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് സമയം ഞാൻ തിരിച്ചു മടങ്ങി. ഉടമ്പടി എടുത്ത് അവിടെ ചെന്ന് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവിടെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഫുൾ ടൈമും രാവും പകലും, കാരണം പോകുന്ന സമയത്തും വീട്ടിൽ നമ്മളെ പാചകം ചെയ്ത സമയത്തെല്ലാം ഞാൻ മാതാവിനോട് ഓരോന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. കാരണം എൻ്റെ അച്ഛനമ്മയും സഹോദരനെയും വഴിയിലാക്കരുത്, എത്രയും പെട്ടെന്ന് എനിക്ക് അവരെ വീട് തിരിച്ചെടുക്കാനുള്ളൊരു വഴി കാട്ടിത്തരണേ എന്ന് മാതാവിനോട് തന്നെ ഫുൾ ടൈമും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂടിപ്പോയ ഒരാഴ്ചയായപ്പം തന്നെ
പിറ്റേ ദിവസം ഇറങ്ങണം, ഒരു 12:30 ആകുമ്പം ഇറങ്ങണം എന്ന് പറഞ്ഞിരുന്നു. 12:30 ആയപ്പോഴും എനിക്ക് അങ്ങ് വെപ്രാളം കൂടി. ഞാൻ എന്തോ ചെയ്യും, എനിക്ക് കുറച്ച് പൈസ ഞാൻ പുറത്തൊന്ന് മറിച്ച് കൊടുത്ത് എനിക്ക് മറിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും, ഏത് ചെയ്യും? ഞാൻ മാതാവിനോട് മുട്ടിപ്പോയി. എൻ്റെ ഭർത്താവ് ആരുമില്ല, വീട്ടിലും മക്കളും ആരുമില്ല. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് നിലവിളിച്ച് എനിക്ക് എൻ്റെ അച്ഛനമ്മയെ എനിക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല. ഞാൻ മാതാവിനെ ഏൽപ്പിക്കുകയാണ്. എന്തെങ്കിലും ഒരു വഴി, നാളെ 12 മണിയാകുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും വഴിയിലാവുക. എനിക്ക് വഴിയില്ല, എനിക്ക് മാതാവിനെ കാട്ടിത്തരണേ എന്നൊരു രീതിയായിരുന്നു ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ട്. അന്നേരം തന്നെ എന്താണെന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് തന്നെ ഞാൻ ഞാൻ അമ്മ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ഒരു ഉപ്പ് മുഖേന ഞാൻ പറഞ്ഞു, ഞാൻ മാതാവേ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാം, എനിക്ക് എന്തെങ്കിലും ഒരു തെളിവ് എനിക്ക് കാട്ടിത്തരണേ, എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണേ, സാക്ഷി ഞാനിവിടെ പറഞ്ഞോളാം, ഒരു കാര്യമെങ്കിലും ഞാൻ സാക്ഷി ഇവിടെ ഞാൻ പറയാം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ട മാതാവിനോട്. പിറ്റേ ദിവസം ഞാൻ കേൾക്കുന്നത് എൻ്റെ സഹോദരൻ്റെ ഭാര്യയുടെ അമ്മ മുഖേന കുറച്ച് പൈസ അടച്ച് അവരൊക്കെയുള്ള സ്വർണ്ണങ്ങൾ കൊണ്ട് പണയം വിൽക്കുകയും ചെയ്ത് ജപ്തി ഒഴിവാക്കി. 9 ലക്ഷം രൂപ അടയ്ക്കണമെന്നായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ ഒരു 1.25 ലക്ഷം രൂപ അടച്ച് ജപ്തി ഒഴിവാക്കി. പിന്നെ കുറച്ച് ഡേറ്റ് ഇട്ട് തന്നു. ബാക്കി 7 ലക്ഷം രൂപ ബാക്കിയുള്ളത് 7 ചില്ലറ അടയ്ക്കണം, ഇത്ര ഡേറ്റിനുള്ളിൽ അടയ്ക്കണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വീണ്ടും ജപ്തിയായി അവർ ഇറങ്ങേണ്ടി വരും എന്നുള്ളൊരു പറഞ്ഞിരുന്നെങ്കിലും ഒന്നും വഴിയില്ലായിരുന്നു. പക്ഷെ ജപ്തി ഒഴിവായി ഡേറ്റ് കിട്ടിയെന്നേ ഉള്ളൂ. എന്തോ ചെയ്യണം? എന്നിട്ട് മാതാവിനോട് ഞാൻ വീണ്ടും ആവശ്യപ്പെട്ടു, ഈ 9 ലക്ഷം എന്നുള്ളത് മാതാവേ എങ്ങനെയെങ്കിലും മാക്സിമം ഒന്ന് കുറച്ച് കിട്ടണം, എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്നില്ല, എൻ്റെ സഹോദരന് കൊടുക്കാൻ പറ്റുന്നില്ല, മാതാവ് എങ്ങനെയെങ്കിലും എനിക്കൊരു വഴി ഒരുക്കി തരണേ എന്ന് പ്രാർത്ഥിച്ച്. അന്നേരം ഞാൻ അമ്മയോടും കൊടുത്ത സമയത്ത് ഞാൻ ഉപ്പ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യുന്നത്, ഇത് കൊണ്ടുപോയി ബാങ്കിൽ പോകും, അമ്മയുടെ കൈ പിടിച്ചിരുന്നാൽ മതി, വേറെ ഒന്നും പറയാം, മാതാവിനോട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ മാതാവിനവിടെ ചെന്ന് ബാങ്കിൽ ചെന്ന് ഇന്ന് സംസാരിക്കുകയും തിരിച്ച് വന്നപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു, എന്തുവായി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, 9 ലക്ഷം എന്നുള്ളത് മോളെ 6 ലക്ഷം രൂപയാക്കി തീർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ 6 ലക്ഷം രൂപയും ഞാൻ ബാക്കി ഇനി എങ്ങനെ അടയ്ക്കും, എനിക്കറിയില്ല മോളെ, എന്താ വഴിയെന്ന്. അവസാനം വീണ്ടും തന്നെ എൻ്റെ സഹോദരൻ്റെ അമ്മായിയമ്മ മുഖേന പൈസ മറിക്കുകയും പലിശയ്ക്ക് പുറത്തുനിന്ന് എടുക്കുകയും ചെയ്ത് അവർ 4 ലക്ഷം രൂപ കൊണ്ടുവന്നു. പിന്നെ 2 ലക്ഷം രൂപയുടെ കാര്യം കൂടെ പറഞ്ഞു. അതെന്തായാലും ഞങ്ങൾ വീട്ടിൽ കൊച്ചന് തന്നെ കൊടുത്ത് അതെന്തായാലും പ്രമാണം അടച്ച് 6 ലക്ഷം രൂപ ബാങ്കിൽ അടച്ച് ആ പ്രമാണം തിരിച്ചെടുക്കാൻ കഴിഞ്ഞത് എന്ന് ആദ്യത്തെ എൻ്റെ 1ാമത്തെ സാക്ഷ്യം. അന്നേരം തന്നെ ഞാൻ മാതാവിനോടും എത്ര പറഞ്ഞിട്ടും മരണം വരെ ഞാൻ നന്ദി പറഞ്ഞിട്ടും തീരുന്നില്ല എനിക്ക്. കാരണം എന്തു വേണം എങ്ങനെ വേണമെന്ന് അറിയാൻ പറ്റുന്നത്. അന്നും എൻ്റെ മാതാവ് ഞാൻ പറയുന്നതെല്ലാം സാധിച്ച് എന്നെ കൈത്താങ്ങായി നിർത്തി എന്നുള്ളൊരിതായിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ ആരോടും പറയാതെ എന്തോ വേണമെന്നറിയാൻ വയ്യത് എൻ്റെ അടുത്ത കൂട്ടുകാരോടുകളെല്ലാം പറഞ്ഞപ്പോൾ അവർക്കും ഭയങ്കര ഒരു അത്ഭുതമായി തീർന്നത്. 2ാമത്തേന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അസുഖമായിരുന്നു. കാരണം വയറുവേദന, ഡെയിലി വേദനയും നടുവേദനയും ഈ അർസിസിൻ്റെ അസുഖവും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് കിടക്കാനോ ഒന്നും പറ്റാത്ത, ഒരു ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എൻ്റെ ഭർത്താവ് നിന്നത്. എൻ്റെ ഭർത്താവ് എന്നോടൊപ്പം തന്നെ എന്നെക്കാട്ടിയും ഇതറിഞ്ഞ ദിവസങ്ങളോളം എന്നെക്കാട്ടിയും കൂടുതലും ഞാൻ പിന്നെയും ഇച്ചിരി സമയം കാണും. കാരണം എൻ്റെ ജോലി ഒതുക്കിയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ ഭർത്താവ് അതല്ല, രാവിലെ 5:30 ആകുമ്പോൾ മുതൽ തുടങ്ങും. കറക്റ്റ് 5:30 ആകുമ്പോൾ എണീറ്റ് കുളിച്ച് വൃത്തിയായി മാതാവിന് മുന്നിൽ ഇരുന്ന് പ്രാർത്ഥനയാണ്. അന്നേരം ഞാനിത് പ്രാർത്ഥിച്ച് ഓടി വന്ന് എവിടുന്ന് കിട്ടിയ ഉടമ്പടിയിൽ നിന്ന് കിട്ടിയ എനിക്ക് തൈലവും ഉപ്പും എൻ്റെ ഭർത്താവിന് കൊടുത്ത് തൈലവും തേച്ചതിന് ശേഷം 3 ദിവസം ആയതേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ നിന്ന് പോയി മരുന്ന് കഴിച്ചെങ്കിലും കുറവില്ലായിരുന്നു. പക്ഷേ ഇവിടുന്ന് കിട്ടിയ ഇതുകൊണ്ട് പൂർണ്ണ സുഖമായി തീർന്ന് ജോലിക്ക് പോകാനും തുടങ്ങുകയും ചെയ്തു. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്കും ഈ ഒരു ജോലി ആവശ്യമായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം, എനിക്കൊരു ജോലിക്ക് പോകണം, അത് ജോലി വേണം. ഞങ്ങളുടെ കുടുംബം മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് രണ്ടും എനിക്ക് നടക്കാൻ പറ്റുന്ന ഒരു ജോലി ആവണേന്നല്ല. ഒരു താൽക്കാലിക ഒരു ജോലി കിട്ടിയെങ്കിൽ അതിന് പൂർത്തിയായി പോകാൻ പറ്റുന്നില്ല. പക്ഷേ എന്നിട്ട് വീണ്ടും അതിനകത്ത് എനിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ നിന്നപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം, 2 പൊടിമക്കളാണ്, എനിക്ക് ആരുമില്ല, ഞാനും എൻ്റെ ഭർത്താവും ജോലിക്ക് പോയാൽ എൻ്റെ കുഞ്ഞുങ്ങളെ കാക്കാൻ ആരുമില്ല, എനിക്ക് അതനുസരിച്ചുള്ള എനിക്കൊരു ജോലി കിട്ടണം എൻ്റെ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ നിന്ന സമയത്ത് തന്നെ തൊട്ടടുത്തൊരു ചെറിയ കടയാണ്. എന്നാലും ഞാൻ അവിടെ ഒരു ഗൂഗിൾ പേക്ക് എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിപ്പോയ സമയം കാരണം എനിക്കൊരു ലോൺ അടയ്ക്കാനായിട്ട് ഞാൻ പോയതാണ്. കടയിൽ പോയി ഞാൻ ഒരു യാദൃശ്യമായിട്ടൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊരു സംസാരത്തിലൂടെ എന്ത് പറഞ്ഞു, മോളെ ജോലിയുടെ കാര്യത്തിന് വേണ്ടി ഞാൻ പോയതാണ് മാമ, അത് താമസിച്ച് പോയത് എന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, നീ ഒരു കാര്യം ചെയ്യും, ഞാനും ജോലിക്ക് ഇവിടെ ഒരാളെ തിരക്കുന്നു, നിനക്ക് നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിൽക്ക്. അത് ഞാൻ അപ്പോഴേ ഞാൻ ഓക്കെ പറഞ്ഞു, വേറെ ഒന്നും തിരക്കില്ല. പക്ഷേ എൻ്റെ സാഹചര്യം എൻ്റെ മാതാവ് അറിഞ്ഞുകൊണ്ടാവാം എനിക്ക് പറഞ്ഞു, മോള് സമയം എപ്പോഴാണോ അപ്പം വന്നാൽ മതി, കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പറഞ്ഞു വിട്ടു 9:30 ആകുമ്പോൾ എനിക്ക് കയറിയാൽ മതി,
തിരിച്ച് ഒരു 11:30-12 മണിയാകുമ്പോൾ ഇറങ്ങാം. ആ 12 മണി കഴിഞ്ഞ് പിന്നെ തിരിച്ച് കയറി കഴിഞ്ഞ് എൻ്റെ മക്കൾ സ്കൂളിൽ നിന്ന് വന്ന് അവരെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ ട്യൂഷന് വിട്ട് കഴിയുമ്പോൾ ഒരു 5 മണിയായിട്ട് കയറി കഴിഞ്ഞ് തിരിച്ച് 7:30-8 മണിയാകുമ്പം എനിക്ക് എന്നെ അങ്ങനെ രണ്ട് കാര്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലൊരു ജോലി എനിക്ക് കിട്ടിയ തെറ്റില്ലാത്തൊരു ശമ്പളവും അതിനകത്തുണ്ട്. ഒരുവിധം ഇപ്പം ഞാൻ നല്ല സമാധാനത്തിലും സന്തോഷത്തിലും എനിക്ക് എന്നെ അവർക്ക് കാണണം എന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഞാൻ എൻ്റെ ഭർത്താവിനോട് ഇതൊരു പറഞ്ഞിട്ടില്ല കാര്യം. ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്നെയല്ല കാണേണ്ടത്, കൃപാസന മാതാവിനെയാണ് കാണുന്നത്, ഞാൻ അതിനൊരു നിമിത്തമായെന്നേ ഉള്ളൂ, നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം, ആ ചേട്ടന് പറ്റുമെങ്കിൽ ചേട്ടൻ അവിടെ ചെല്ലുക എന്നാണ് ഞാൻ പറഞ്ഞത്. ചേട്ടൻ അത്രയ്ക്കും എന്താ പറയുക, മോളെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നീ എന്നെ അറിയിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് അറിയാം ചേട്ടൻ ആദ്യം അവിടെ ചെല്ലും, നമുക്ക് ചിലപ്പോൾ ഇനി അവിടെ വെച്ചായിരിക്കും കാണാൻ പറ്റും, ഈ കൂട്ടത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ഞാൻ പെട്ടെന്ന് ഇവിടെ വരാൻ കാര്യം, ഞങ്ങൾ 2 ദിവസമായി ഞാൻ അടുത്തൊരു പള്ളിയിൽ ഇതെടുക്ക് പോവും, അവിടെ ഇതെടുക്കൊരു മാതാവിനെയാണ്, മാതാവല്ല നമ്മൾ പിതാവ്, അന്തോണിസ് പിതാവ് എന്ന് പറയും, പിതാവിനോട് ഇതെടുക്ക് ഒരുപാട് സങ്കടങ്ങൾ ചെന്ന് ഞാൻ കെട്ടിപ്പിടിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മനസ്സുകൊണ്ട് ഞാൻ മാതാവിനടുത്ത് പറഞ്ഞു, മാതാവിനെ അവിടെ ഇരിപ്പുണ്ട്, മാതാവേ എനിക്കിത്രയും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് സമാധാനം കണ്ടെത്തിയാൽ മതി, എനിക്കൊരു നെല്ലാട്ടെങ്കിലും ഒന്ന് കാണിച്ച് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ രാത്രിയായപ്പം നല്ല വ്യക്തമായി ഈശോയും മാതാവും ആയിരിക്കും എനിക്ക് ഒരുമിച്ച് വന്ന് എന്നെ ചേർത്ത് കെട്ടിപ്പിടിച്ച് ഞാൻ നെഞ്ചത്ത് ഒരുപാട് നേരം കിടന്നുറങ്ങി. ആ നെഞ്ചത്ത് ചേർന്നിരിക്കാൻ പറ്റിയെന്നുള്ളൊരു സാക്ഷ്യം എനിക്ക് അന്നേരം തൊട്ട് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം, സാക്ഷ്യം മെനഞ്ഞാന്നാണ് ഇത് സംഭവിക്കുന്നത്. ഈ സാക്ഷ്യം ഞാൻ ആദ്യ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ വന്ന് പുതുക്കിയും കഴിഞ്ഞ് അന്നിവിടെ സാക്ഷ്യം പറയാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പം ഞാൻ വന്നത് എനിക്ക് ഇന്നലത്തോടെ ഞാൻ ഈ സ്വപ്നം കണ്ടെന്നെ ചേർത്ത് എൻ്റെ മാതാവ് എന്നെ ഉറക്കത്തിൽ വന്ന് കെട്ടിപ്പിടിച്ചതന്നെ ഞാൻ ഇരുന്നത്. കുറേ നേരം ഞാൻ നെഞ്ചത്ത് ചാഞ്ഞിരുന്നു. അതിനുശേഷമാണ് എനിക്കിവിടെ ഇന്നലെ പെട്ടെന്ന് എനിക്കിവിടെ വരണം എന്നൊരു തോന്നലുണ്ടായി. ഞാൻ എൻ്റെ ഭർത്താവിനെ ആവശ്യപ്പെട്ട് ഞാൻ എൻ്റെ ഭർത്താവും എൻ്റെ മക്കളുമായിട്ട് ഞാനിവിടെ എത്തിയത്. ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് ഇത്രയും നന്ദി പറയുന്നത്, ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്, അതെൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തരും. ഞാൻ വിശ്വസിക്കുന്നില്ല, പൂർണ്ണമായും ഞാൻ അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. സങ്കീർത്തനം 57:1 വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. ഇവിടെ അനുജ പറഞ്ഞത് ഒരു ജപ്തിയുടെ വക്കിൽ നിൽക്കുന്ന സമയത്താണ് ഇവിടെ എത്തുന്നത്. അത് ജപ്തിയുടെ ഡേറ്റ് ഇട്ടു, സമയവും പറഞ്ഞു, പിറ്റേ ദിവസം ഇറങ്ങിക്കൊടുക്കണം. അമ്മയും അപ്പനുമായിട്ട് കടത്തണയിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വരുമല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു. അപ്പോൾ ഒരു കാര്യം അനുജയ്ക്ക് ഉറപ്പുണ്ട്, അമ്മ വഴി പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കും. അനുജ പറഞ്ഞു, ഞാൻ സാക്ഷ്യം പറയാം. ആ ഒരു ഉറപ്പിൽ ഉടമ്പടി എടുത്തു. പിന്നീട് അങ്ങോട്ട് സംഭവിക്കുന്നത്, അമ്മയുടെ ഇടപെടൽ മൂലം
ഇവരുടെ കടഭാരം ചുരുക്കി കൊടുക്കുന്നു. പിന്നീട് അത് വീടുവാനുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ അവരുടെ വീട് നഷ്ടപ്പെട്ടില്ല, ഇവർക്ക് സ്വന്തമായി ആ വീടുണ്ട്. കൂടാതെ അത് മുന്നേറുവാനുള്ള വഴികളെല്ലാം സെറ്റായി മാതാവ് നൽകിയിട്ടുണ്ട്. ജോലിയെക്കുറിച്ച് പറയുമ്പോഴും എങ്ങനെയാണോ ജോലിക്ക് പോകാൻ കഴിയുന്നത് അതേ രീതിയിൽ ആ സമയം അമ്മ ക്രമീകരിച്ചു കൊടുക്കുകയാണ്. ഹസ്ബൻഡിൻ്റെ വിശ്വാസ വളർച്ചയ്ക്ക് പറയുന്നത് 2 മാസമെങ്കിലും ഡോക്ടർ മരുന്ന് കഴിക്കണമെന്ന് പറയുന്നതൊക്കെ മരുന്ന് കഴിച്ചിട്ടും കുറവില്ലാതിരിക്കുന്ന സമയത്തും ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ 3 ദിവസം കൊണ്ട് സൗഖ്യമുണ്ടാകുന്നു. സമയച്ചുരുക്കം സംഭവിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് പോലെ പ്രശ്നങ്ങൾ വരുമ്പോഴും അമ്മയിൽ ആശ്രയിക്കുമ്പോൾ നമ്മളതൊക്കെ അതിജീവിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പാലിക്കാമെന്നുള്ള നമ്മുടെ ഉറപ്പും അതേപോലെ തന്നെ അമ്മയുടെ സഹായവും ഇതാണ് നമ്മുടെ ഉടമ്പടി പെട്ടെന്ന് നടക്കുവാനായിട്ട് പ്രാവർത്തികമാക്കുവാൻ സഹായിക്കുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവേ എൻ്റെ പേര് ഡിനു സെബാസ്റ്റ്യൻ. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. 2019 എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അന്നത്തെ എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയായിരുന്നു. കാരണം 2019 നവംബർ 18 എനിക്ക് കമ്പനിയിൽ ജോലി കയറണമായിരുന്നു. പക്ഷേ നവംബറായിട്ട് എനിക്ക് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ബിടെക് റെഗുലറിൻ്റെ കൂടെ ഹോണേഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സോടെ എടുത്തിരുന്നു. പക്ഷേ എല്ലാ സെമസ്റ്ററിലും അതിൻ്റെ എക്സാം കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ സെമസ്റ്റർ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ റിസൾട്ട് വന്നില്ല. സോ അതിൻ്റെ കൂടെ എനിക്ക് റെഗുലറിൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടിയില്ല. നവംബറായിട്ടും എനിക്ക് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് എനിക്ക് ടെൻഷനാകാൻ തുടങ്ങി, ഈ ജോലിക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അങ്ങനെ നവംബർ 7 തീയതിയാണ് ഞാനും അമ്മയോട് ഇവിടെ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്യുന്നത്. 3 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഹോണേഴ്സിൻ്റെ റിസൾട്ട് വരികയും എനിക്ക് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുകയും നവംബർ 18 തീയതി തന്നെ ഞാൻ എൻ്റെ ജോലിക്ക് കയറുകയും ചെയ്തു. രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ ചേച്ചി 2 അറ്റംപ്റ്റ് OET ട്രൈ ചെയ്തിരുന്നു. പക്ഷേ 2 അറ്റംപ്റ്റിനും ചേച്ചിക്ക് കിട്ടിയില്ല. അപ്പോൾ മൂന്നാമത്തെ അറ്റംപ്റ്റ് വന്നപ്പോഴത്തേക്ക് ഞാനിവിടെ ഉടമ്പടിയിൽ അത് നിയോഗമായിട്ട് വച്ചിരുന്നു. അങ്ങനെ 3ാമത്തെ അറ്റംപ്റ്റിൽ എൻ്റെ ചേച്ചി OET പാസ്സാവുകയും ഇപ്പോൾ അവൾ അയർലൻഡിൽ നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. 3ാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ അനിയത്തിക്ക് അണപ്പല്ല് താഴോട്ടായിരുന്നു വളർന്നുകൊണ്ടിരുന്നത്. സോ അവിടെ ഇങ്ങനെ പഴുപ്പൊക്കെ വന്ന് ഭയങ്കരമായിട്ട് നീരൊക്കെ വച്ചിരിക്കുമായിരുന്നു. അപ്പം കോളേജിലൊന്നും പോകാനൊന്നും പറ്റത്തില്ലായിരുന്നു. സോ ഞാനത് നിയോഗമായിട്ട് ഇവിടെ ഉടമ്പടിയിൽ വച്ചിരുന്നു. അതിനുശേഷം അപ്പോൾ അവന് ഓപ്പറേഷനൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിനുശേഷം എൻ്റെ അനിയത്തിയുടെ താഴോട്ട് വളർന്നിരുന്ന അണപ്പല്ല് മുകളിലോട്ട് വളരുകയും ഓപ്പറേഷൻ വേണ്ടെന്നും ഡോക്ടേഴ്സ് പറഞ്ഞു. 4ാമത്തെ നിയോഗമായിട്ട് ഞങ്ങൾ വെച്ചത് ഞങ്ങൾക്കൊരു വീട് വേണമെന്നായിരുന്നു. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ഒരു 80-100 വർഷം പഴക്കമുള്ള ഒരു വീട്ടിലായിരുന്നു. സോ അതിൻ്റെതായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ റെഡി കാശ് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ വീട് പണിയാനാന്നൊക്കെ വിചാരിച്ചു. കുടുംബസ്വത്തുണ്ടായിരുന്നത് പക്ഷേ കേസിനും വഴക്കൊക്കെ ആയിട്ട് എപ്പോഴും പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു. ഉടമ്പടിയിൽ ഇത് നിയോഗമായിട്ട് വെച്ചുകൊണ്ടിരുന്നപ്പോഴും ഇതൊക്കെ എങ്ങനെ നടക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ 2019 ഉടമ്പടി എടുക്കുന്നത്. 2023 ഞങ്ങൾ ഹൗസ് വാമിങ് ഞങ്ങൾക്ക് നടത്താൻ പറ്റി. കുടുംബസ്വത്തൊക്കെ അത് വിറ്റ് ഞങ്ങൾക്ക് അതിൽ നിന്ന് പൈസ കിട്ടി. ആ കാശ് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീട് പണിയാൻ പറ്റുകയും ചെയ്തു. പിന്നത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി. അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അന്നത്തെ എൻ്റെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ അനിയത്തി ഞങ്ങളെക്കാട്ടും എല്ലാം ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം നേഴ്സിംഗ് ആണ് അവൾ പഠിച്ചത്. അപ്പം പുറത്തോട്ട് പോകണമെന്ന് തന്നെയായിരുന്നു എല്ലാവരെ പോലെ അവൾക്കും ആഗ്രഹം. പക്ഷെ OET കിട്ടുമെന്നൊന്നും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം ഞാൻ ആ സമയത്ത് എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറയായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ അതിനകത്ത് നിയോഗമായിട്ട് വെച്ചപ്പം 2022 സെപ്റ്റംബറിൽ തന്നെ അവൾക്ക് OET കിട്ടണമെന്നാണ് ഞാൻ നിയോഗത്തിൽ വെച്ചത്. അങ്ങനെ 2022 സെപ്റ്റംബറിൽ തന്നെ അവൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവൾ OET പാസ്സായി. ഞാനപ്പോൾ എനിക്ക് കിട്ടിയ കാശ് രൂപ ഞാൻ അവളുടെ കൊടുത്തു വിട്ടായിരുന്നു എക്സാം എഴുതുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് അവൾ പോയത്. എന്നിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു നമുക്ക് റീഡിങ്ങിൽ 15 ക്വസ്റ്റ്യൻ എങ്ങാണ്ടേ ഉള്ളൂ, 1 കിട്ടുന്നില്ല, 2 കിട്ടുന്നില്ല, അങ്ങനെ 11 കിട്ടാതായപ്പോൾ അവൾ വിചാരിച്ചു ദൈവമേ ഇത് ഞാൻ തോറ്റു, ഇനി വീണ്ടും എഴുതേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷെ അവൾ എത്രയും ദയുള്ള മാതാവ് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് അറിയത്തില്ല
എങ്ങനെയൊക്കെയോ അവളെ ആ ക്വസ്റ്റ്യൻ്റെയൊക്കെ ആൻസർ അവൾക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഒക്കെ നല്ല മാർക്കോടെയാണ് അവൾ OET പാസ്സായത്. ഈ ചൊവ്വാഴ്ച അവൾ അയർലൻഡിന് പോവുകയാണ്. അതിനു മുമ്പ് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്കിൻ അലർജി ഉണ്ടായിരുന്നു. കുറേ വർഷം മരുന്നൊക്കെ കഴിച്ചു, പക്ഷേ അതൊന്നും കുറഞ്ഞില്ലായിരുന്നു. അതും ഞാൻ ഉടമ്പടിയിൽ ഒരു നിയോഗമായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് മരുന്നൊന്നും കഴിച്ചിരുന്നു, പക്ഷേ അതിനൊന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ല. 4 വർഷത്തോളം ഞാൻ മരുന്ന് കഴിച്ചായിരുന്നു, എന്നിട്ടൊന്നും കുറവൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇതിൽ നിയോഗമായിട്ട് വച്ചതിന് ശേഷം എനിക്ക് എൻ്റെ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടി. പിന്നെ പ്രേക്ഷിത ബോധം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ ഇവിടുന്ന് അമ്മ ഉടമ്പടി എടുത്തപ്പോഴത്തേക്ക് പത്രമൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് കൊടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു, ചമ്മലൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ പള്ളിയിൽ വച്ചിട്ടൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. പിന്നീട് ഇങ്ങനൊന്നും പോരാ എന്ന് എനിക്ക് തന്നെ തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ പത്രമായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി എല്ലാവർക്കും ആ പത്രമൊക്കെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിളിലെ പോയിൻറ്റ്സൊക്കെ ഞാൻ ഒരു ബുക്കിനകത്ത് എഴുതാൻ തുടങ്ങി. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു വാക്കുണ്ട്, സെഫാനിയ 3:17, നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യമുണ്ട്. ഇപ്പം എന്തൊരു പ്രശ്നം വന്നാലും ഞാൻ ഈ ഒരു ബൈബിൾ വാക്യം ചെല്ലും. പിന്നെ പ്രശ്നം വരുമ്പോഴും മാതാവുണ്ടല്ലോ, ഈശോ ഉണ്ടല്ലോ, മാറിക്കൊള്ളും എന്നൊക്കെ വിചാരിക്കും. ഇത്രയൊക്കെ അനുഗ്രഹം തന്നതിന് ഞാൻ ദൈവത്തോടും മാതാവിനോടും 1000 നന്ദി പറയുന്നു. റോമ 9:16, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഡിൻഡോ പറഞ്ഞത് സ്കിൻ അലർജി 4 വർഷത്തോളം ഉണ്ടായിരുന്നതാണ്. മരുന്നുകൾ കഴിച്ചതാണ്, പക്ഷെ അത് മാറുന്നില്ലായിരുന്നു. എന്നാൽ ഉടമ്പടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ, ഈ ഉടമ്പടി തൈലമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ അസുഖം പൂർണ്ണമായിട്ട് മാറിയിരിക്കുകയാണ്. അതേപോലെ തന്നെ വീട് വയ്ക്കണമെന്ന ആഗ്രഹം വർഷങ്ങളായിട്ട് ഈ കുടുംബത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇവർക്ക് സ്വത്തുണ്ട്, പക്ഷെ പല കാരണങ്ങളാൽ ആ സ്വത്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാൻ സാധിക്കില്ലായിരുന്നു. വർഷങ്ങളായിട്ടുള്ള ഒരു തടസ്സം. ഡിൻഡു പറയുന്നുണ്ടായിരുന്നു, നിയോഗം വയ്ക്കുമ്പോഴും ചിന്തിച്ചു ഇതൊക്കെ എങ്ങനെ നടക്കും എന്നുള്ളത്. നമ്മൾക്ക് അസാധ്യമാണെങ്കിലും ദൈവത്തിന് സാധ്യമാണ്. നമ്മൾ ഉടമ്പടിയിലേക്ക് വരുന്നത് എല്ലാം സാധ്യമായ ദൈവത്തോടാണ്. നമ്മൾക്ക് ദൈവം വെച്ച് നീട്ടുന്ന അവസാനത്തെ ചാൻസോ അല്ലെങ്കിൽ മറ്റൊരു ചാൻസോ ആണ് ഈ ഉടമ്പടിയിൽ ലഭിക്കുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് ഷീല. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് അടിമലത്ര എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ളത് 2022 മാർച്ചിലായിരുന്നു. എനിക്ക് 2022 ജനുവരിയിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. അതിൽ എൻ്റെ വലത് കാലിലെ തുടയെല്ല് പൊട്ടിപ്പോയി, മുട്ടിൻ്റെ ചിരട്ട പൊട്ടിപ്പോയി. ഓപ്പറേഷൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു. നല്ല രീതിയിൽ ഓപ്പറേഷൻ നടന്നു. എങ്കിലും ഒരു 8 മാസം വരെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എല്ല് ജോയിൻ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ പ്രാവശ്യവും ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടർ വീണ്ടും ഒരു ഓപ്പറേഷനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. 8-ാം മാസം കഴിഞ്ഞ് 9-ാം മാസം ജോയിൻ്റ് ആയിട്ടില്ല എങ്കിൽ വീണ്ടും ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അന്ന് അഡ്മിറ്റാകാൻ കണക്കായിട്ട് വീട്ടിൽ നിന്ന് വരാൻ പറഞ്ഞു. വീട്ടിൽ പോയി അമ്മ മാതാവിനോട് എല്ലാ ദിവസവും ജപമാലയിൽ ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഡോക്ടർ തന്ന മെഡിസിനും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. വീണ്ടും നെക്സ്റ്റ് 9-ാം മാസം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോഴും അതിൽ ജോയിൻ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. എക്സ്റേയിൽ അവിടുത്തെ ടെക്നീഷ്യൻ പറഞ്ഞു ജോയിൻ്റ് ആയിട്ടില്ല എന്നാണ്. അതിനുശേഷം ഡോക്ടറെ കാണിക്കാനായിട്ട് റൂമിൽ ചെല്ലുമ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ അത് നോക്കിയിട്ട് പറഞ്ഞു, ഷീല, ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, ജോയിൻ്റായി തുടങ്ങിയിട്ടുണ്ട്, ഇനി ഓപ്പറേഷനൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ അത് ജോയിൻ്റായിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ പറയാൻ പറ്റാത്ത സന്തോഷമായിരുന്നു ആ സമയം. ഈ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം 2 വർഷത്തിന് ശേഷം ഇട്ടിരുന്ന എല്ല് പൊട്ടി ഇംപ്ലാന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു.
അത് റിമൂവ് ചെയ്യണം. അത് കിടക്കുന്നത് കൊണ്ട് എനിക്ക് ഇരിക്കാനോ പള്ളിയിൽ പോകാനോ മുട്ടുകുത്താനോ എല്ലാം നല്ല പ്രയാസമായിരുന്നു. ഒട്ടും പറ്റത്തില്ലായിരുന്നു. 1.5 വർഷത്തോളം പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ഇംപ്ലാന്റ് റിമൂവ് ചെയ്യാനായിട്ട് മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ആ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, റിമൂവ് ചെയ്യാനായിട്ട് അവിടെ പറ്റത്തില്ല, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞു. കുറേ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. ഒരു 3-4 മാസത്തോളം നെയ്യാറ്റിൻകരയുടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോകുമ്പോഴും ഡോക്ടർ ഓരോ കാര്യങ്ങളും പറഞ്ഞ് നീട്ടി വിടുകയായിരുന്നു. ഞാൻ മാതാവിനോട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ച്, കാരണം വേദന ഒട്ടും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. മാതാവിനോട് പ്രാർത്ഥിച്ച് വീണ്ടും ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ അഡ്മിറ്റാകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡ്മിറ്റാകാൻ പോയപ്പോഴത്തേക്കും ഡോക്ടർ ലീവായിരുന്നു. ഡോക്ടർ ഇനി എന്നാണ് വരുന്നതെന്ന് ആർക്കും അറിയത്തില്ല, അതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും വരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നും സങ്കടത്തോടെയാണ് വീട്ടിലേക്ക് പോയതിന് ശേഷം ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു ആ സമയം. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഇനി പോകുന്ന ഹോസ്പിറ്റലിൽ അന്ന് തന്നെ നടക്കുകയാണ് എങ്കിൽ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ റൂമിൽ കയറി കതകടച്ച് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവിൻ്റെ കാശുരൂപവും പിടിച്ച് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇത് ഹോസ്പിറ്റലിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ടാണ് പോയത്. അവിടെ പോയപ്പോഴത്തേക്കും കാശുരൂപം എൻ്റെ കയ്യിലുണ്ട്. ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തന്നെയാണ് പോയത്. ഡോക്ടറെ കണ്ട് കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ നാളെ ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്ന് വേണമെങ്കിൽ ഇന്ന് ചെയ്യാം, ഇന്ന് പക്ഷേ ലേറ്റ് ആവും, അതുകൊണ്ട് നാളെ നേരത്തെ ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ അവിടെ അഡ്മിറ്റാക്കി. ഇതിൽ അതിശയം എന്തെന്ന് പറഞ്ഞാൽ ഈ സെയിം ഹോസ്പിറ്റലിൽ, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ 3-4 വട്ടം നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയമൊക്കെ ഡോക്ടർ എന്നോട് പറഞ്ഞത് അതിവിടെ ഇംപ്ലാന്റ് ഇവിടെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല, ഏത് ഹോസ്പിറ്റലിൽ നിന്നാണോ നിങ്ങൾ ചെയ്തത് അവിടെ തന്നെ പോയി റിമൂവ് ചെയ്യാൻ, ഇവിടെ സാധിക്കില്ല എന്ന് പറഞ്ഞയച്ചതാണ്. അങ്ങനെ പറഞ്ഞ ആ ഡോക്ടർ തന്നെയാണ് എന്നെ ഇത് കാര്യം പറഞ്ഞ ഉടനെ റിമൂവ് ചെയ്യാമെന്ന് സമ്മതിച്ച് എന്നെ അവിടെ അഡ്മിറ്റാക്കി. ഇത്രയും ദാനം തന്ന ദൈവത്തിനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ തലയ്ക്കും ചെറിയ പൈക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. തലയ്ക്ക് നല്ല തലവേദന വരുമായിരുന്നു. അതിനുശേഷം വിട്ടുമാറാത്ത തലവേദനയായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത അന്ന് തന്നെ വീട്ടിൽ പോയി കൃപാസന മാതാവിൻ്റെ ഉടമ്പടി നേർച്ച എണ്ണ നെറ്റിയിൽ പുരട്ടി, വേദനയുള്ള സ്ഥലത്ത് പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് വരെ എനിക്ക് ആ ഒരു തലവേദന ഇതുവരെയും വന്നിട്ടില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ദൈവത്തിനും നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം എല്ലാ കാരുണ്യ പ്രവൃത്തികളും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുമായിരുന്നു. നടക്കാൻ നല്ല രീതിയിൽ പറ്റുന്ന സമയത്തൊക്കെ സന്തോഷപൂർവ്വം പോയി എല്ലാവർക്കും ജാതി മതഭേദമന്യേ എല്ലാ സ്ഥലങ്ങളിലും പോയി ഉടമ്പടി പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ അടുത്തുള്ളൊരു വൃദ്ധസദനമുണ്ട്, അവിടെ പോയി അവർക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിലിരുന്ന് കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലാറുണ്ട്. അമ്മ മാതാവിനും ദൈവത്തിനും കോടാനുകോടി നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 10:32 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവരെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. നമ്മൾ അൽത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ത്രിയേക ദൈവത്തിൻ്റെ അനന്തമായിട്ടുള്ള സ്നേഹത്തെയും കരുതലുമാണ് നമ്മൾ ലോകത്തിൻ്റെ മുൻപിൽ വിളിച്ചു പറയുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈശോ പറയുന്നത് പോലെ പിതാവിൻ്റെ മുൻപിൽ ഈശോയും നമ്മളെ ഏറ്റുപറയുന്നത്. നമ്മുടെ മുൻപിൽ ഷീല എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ സഹോദരി പറയുകയായിരുന്നു, എങ്ങനെയാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ അപകടത്തെ തുടർന്നുണ്ടായിട്ടുള്ള എല്ലാ വേദനകളിലും ബുദ്ധിമുട്ടുകളിലും പരിശുദ്ധ അമ്മയുടെ വലിയ സഹായവും സംരക്ഷണവും ലഭിച്ചതെന്ന്.
മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള വചനം നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ്, നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് സാധ്യമല്ല എന്ന് തോന്നുന്ന ഓരോ കാര്യങ്ങളും ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടു കൂടി അതിനെ നോക്കി കാണുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയിൽ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴി ത്രിയേക ദൈവത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇരു കരങ്ങളും പിടിച്ച് നമുക്ക് ദൈവനാമത്തെ എൻ്റെ പേര് ജോസഫ്, ഞാൻ മാവേലിക്കരയിൽ നിന്ന് വരുന്നു. ഞാൻ 15 വർഷമായിട്ട് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ജോലി ചെയ്തത് സൗദിയിലാണ്. ജൂൺ മാസം 10-ാം തീയതി നാട്ടിൽ എൻ്റെ വിസ റിന്യൂവലിൻ്റെ കാര്യമായിട്ട് വന്നതാണ്. അങ്ങനെ ഞാൻ ജൂൺ 27-ാം തീയതി GCC മെഡിക്കൽ എടുക്കാനായിട്ട് എറണാകുളത്തുള്ളൊരു മെഡിക്കൽ സെൻറ്ററിൽ പോയി. അവിടെ വെച്ച് എൻ്റെ മെഡിക്കലിൻ്റെ കാര്യങ്ങളെല്ലാം നടന്ന് അവസാനം എക്സ്റേ എടുത്തപ്പോൾ എൻ്റെ നെഞ്ചിൻ്റെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു മാർക്ക് കണ്ട്. അപ്പോൾ അവർക്ക് സംശയം തോന്നിയിട്ട് അവർ പറഞ്ഞു CT സ്കാൻ ചെയ്തണം, അപ്പോൾ അതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ എറണാകുളത്ത് തന്നെയുള്ളതാണ്, അവിടെ പോയിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലും ഒരു മാർക്ക് കാണുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഈ മെഡിക്കൽ പാസ്സാക്കി തരാൻ പറ്റത്തില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തു, അവരുടെ ഈ സെൻറ്ററിൽ നിന്ന് പാസ്സാക്കി തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ പൈസ അടച്ചു, എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്നതിന് ശേഷം പിറ്റേ ദിവസമാണ് അവർ ഈ ഫോൺ ചെയ്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല, ആകെ ടെൻഷനായി എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ 6 മാസം മുമ്പാണ് സൗദിക്ക് പോകുന്നത്. ആ കമ്പനിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അന്ന് വിസ പെർമനൻ്റ് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് 6 മാസം കൂടുമ്പോൾ നമ്മൾ നാട്ടിൽ വന്ന് വിസ വീണ്ടും റിന്യൂവൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് വീണ്ടും ചെയ്യണം, GCC മെഡിക്കൽ എല്ലാം എടുത്ത് വീണ്ടും ചെയ്യണം. അങ്ങനെ അതിൻ്റെ കാര്യത്തിന് വന്നു. അപ്പോൾ നമ്മൾ ഈ മെഡിക്കൽ ഫെയിലായി കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്പ്യൂട്ടറിൽ ഈ ഡാറ്റ എല്ലാം അപ്ഡേറ്റ് ആകും. അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ 1 മന്ത് കഴിയാതെ നമുക്ക് പിന്നീട് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുവാനോ മെഡിക്കൽ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ 1 മാസം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും, വേറെ ഒന്നും. അപ്പോൾ ഈ പ്രശ്നമായതുകൊണ്ട് നമുക്ക് വേറെ എങ്ങോട്ടും കയറി പോകാനും പറ്റത്തില്ല. മെഡിക്കൽ പാസ്സായാൽ മാത്രമേ ഈ സൗദിയിൽ നിന്നല്ല ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ നമുക്കിത് പാസ്സായേ പറ്റത്തുള്ളൂ. അപ്പോൾ ശരിക്കും ഞാൻ ടെൻഷനായി. അപ്പം എന്താ ചെയ്യുക എന്നുള്ള ഒരു ഡൗട്ട് വന്നപ്പോൾ പിന്നെ നമുക്ക് അടുത്ത ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ് നേരെ ഹോസ്പിറ്റലിൽ പോവുക, ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ന് മെഡിസിൻ കഴിച്ചിട്ട് ഇത് സോൾവ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് അടുത്ത മെഡിക്കൽ എടുക്കാം എന്ന് ഞാൻ ചിന്തിച്ച് അങ്ങനെ ഞാൻ ഡോക്ടറെ കാണാനായിട്ട് പോയി. ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു ഇങ്ങനെ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടോ, കൊറോണ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും എനിക്കൊരു ഓർമ്മയില്ല, ഒരു അറിവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും ഇല്ല, വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഈ 6 മാസം മുമ്പ് ഞാൻ മെഡിക്കൽ എടുത്ത് പോയതാണ്. അന്ന് ഈ ടെസ്റ്റ് എല്ലാം ചെയ്തൊരു കുഴപ്പമില്ലാതെ ഫിറ്റായിട്ട് ഞാൻ പോയതാണ്. അത് കഴിഞ്ഞ് 7-ാമത്തെ മാസത്തിലാണ് വന്ന് വീണ്ടും മെഡിക്കൽ എടുക്കുന്നത് അടുത്ത ഇതിന് പോകാനായിട്ട്. അപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ CT സ്കാൻ ചെയ്ത് അതെല്ലാം നോക്കിയിട്ട് അവർ പറഞ്ഞു ഇത് നമ്മുടെ സ്കിന്നിലൊക്കെ വരുന്ന ഒരു മുറിവ് പോലെ, ആ മുറിവ് കരിഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ പാടുണ്ട്, ആ പാട് നമ്മുടെ സ്കിന്നിന് പോകത്തില്ല. അതുപോലെ തന്നെ ഇതിനകത്തൊരു എന്തോ മുൻപ് പോയ അസുഖത്തിൻ്റെ എന്തോ ഒരു പാടാണ്. അപ്പോൾ ഞാൻ അവരൊക്കെ പറഞ്ഞു ഇതുപോലെ ഞാൻ 6 മാസം മുമ്പ് ഇതൊക്കെ എടുത്ത് പോയതാണ്, അന്ന് പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് കഴിഞ്ഞ് വന്നതാവാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഡോക്ടറോടൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നുമില്ല, കാരണം ഇത് മെഡിസിൻ കഴിച്ച് പോകത്തില്ല, ഇത് വേറെ ഓപ്പറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ പോകത്തുള്ളൂ. പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് വലിയ പ്രശ്നങ്ങളൊക്കെ ആകും, പിന്നെ അത് എന്തുകൊണ്ട് ചെയ്തു അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദ്യം വരും. അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാനുള്ള പ്ലാനൊന്നും എനിക്കും ഇല്ലായിരുന്നു. അപ്പം അത് അവിടെ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് കേൾക്കാഞ്ഞത് കൊണ്ട് ഞാൻ അവിടുന്ന് വീണ്ടും വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഡോക്ടറെ കണ്ട്. ആ ഡോക്ടറെ ഇതേ സെയിം സംഭവം പറഞ്ഞു, അതായത് ഈ മെഡിസിൻ കഴിച്ചിട്ട് ഇത് പോകാൻ പറ്റത്തില്ല, അപ്പം നീ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും മാനസികമായിട്ട് വിഷമമായി, നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗൾഫിലായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നാട്ടിൽ വന്നിട്ട് സെറ്റിലായി അങ്ങനെ നിർത്തി വന്ന് ഇവിടെ സെറ്റിലാകാമെന്നുള്ളൊരു പ്ലാനിങ് വന്നതല്ല. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് തിരിച്ചു പോകണം, ആ ഒരു ടെൻഷനും കാര്യങ്ങളുമൊക്കെ ആയി. അപ്പം ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞു. വീണ്ടും ഞാൻ 3ാമത് വേറൊരു ഡോക്ടറെ എടുക്കുകയും ചെന്ന്, അജോയ് എന്ന് പറയുന്നത് മാവേലിക്കരയിൽ തന്നെ, വെള്ളിയാഴ്ച ഒരു ദിവസം പുള്ളി വരുത്തുള്ളൂ. ആ ഡോക്ടറെയൊക്കെ ചെന്ന് കണ്ട്. പുള്ളി ഒരു ദൈവാനുഗ്രഹമുള്ള ഡോക്ടറായിരുന്നു. പുള്ളി പറഞ്ഞു ഇത് ഇവർ പറഞ്ഞ പോലൊക്കെ തന്നെയാണ് സംഭവം, ഇത് നിനക്ക് മെഡിസിൻ കഴിച്ച് മാറ്റാൻ പറ്റത്തില്ല, പക്ഷെ നീ ടെൻഷനാകാണ്ട, ദൈവം ഇത് എനിക്ക് വിധിച്ച് വെച്ചേക്കുന്ന ജോലിയാണെങ്കിൽ നീ പോയിരിക്കും എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ കൃപാസനത്തിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. പലയിടത്ത് ജോലിക്ക് വന്ന സമയത്തൊക്കെ പല പ്രോസസ്സ് പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വെച്ച് ഇതുപോലെ നിങ്ങളിരിക്കുന്ന പോലെ ഈ പള്ളിയിലിരുന്നും ഇവിടെ പ്രാർത്ഥിച്ചും ഒക്കെ ഞാൻ പോകാറുണ്ട്. അപ്പോൾ എൻ്റെ പല കാര്യങ്ങളും നടന്നിട്ടുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടമ്പടി എടുക്കുന്ന ഈ സാക്ഷ്യം പറയുന്നതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. എല്ലാം കേൾക്കും, അന്നേരം ചിന്തിക്കും, അങ്ങനെ പോകും. അപ്പോൾ അതുവരെ ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ ഈ പലരും ഇരിക്കുന്ന പോലെ ഞാനും വന്നിരുന്ന് ഇങ്ങനെ കേട്ടുപോയൊരു വ്യക്തിയാണ്. അപ്പോൾ ഡോക്ടർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ സ്വാഭാവികം എൻ്റെ മനസ്സിലൊരു ചെറിയൊരു ഇത് വന്നു, പോസിറ്റീവായിട്ടുള്ളൊരു സംഭവം വന്നു. കാരണം മെഡിക്കൽ പാസ്സാകാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കേരളത്തിൽ ജോലി ചെയ്തിട്ടില്ല. ഞാൻ ഈ ആ ഒരു എൻ്റെ പ്രായം തൊട്ട് ആ ഒരു യുവ പ്രായം തൊട്ട് ഞാൻ വിദേശത്താണ് ജോലി ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ എൻ്റെ ജോലി എനിക്ക് അതേ അറിയത്തുള്ളൂ, എനിക്ക് അവിടെ പോവുകയും വേണം. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ ജൂലൈ 16-ാം തീയതി വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ക്ലാസ്സിന് കയറിയ സമയത്ത് എന്നെ ബോംബെ ഒരു ഏജൻസി നിന്നാണ് കോൺടാക്ട് ചെയ്യുന്നത്. ഞാൻ ഉടമ്പടി എടുത്ത് ക്ലാസ്സിന് ഇരുന്ന സമയത്ത് എനിക്ക് ഫോൺ വന്നു. അപ്പോൾ എനിക്ക് ഉടമ്പടി ക്ലാസ്സിലായതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തില്ല. തിരിച്ച് ഞാൻ ഉടമ്പടി ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പ്രദക്ഷിണം വരുന്നതിന് മുമ്പ് അവിടെ ചെന്ന്, അപ്പോൾ അവിടെ നല്ല ആളായതുകൊണ്ട് ഞാൻ എൻ്റെ വൈഫിനെ കൂട്ടിക്ക് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. അങ്ങനെ പുറത്ത് പോയ സമയത്ത് ഞാൻ ആ ഏജൻസിക്ക് ഫോൺ ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ ആദ്യം മെഡിക്കൽ അൺഫിറ്റ് ആയത് കമ്പനി റിപ്പോർട്ട് ആയിട്ടില്ല, അവർ അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അത് പെൻഡിങ്, നീ വന്നിട്ടില്ല എന്ന രീതിയിൽ പെൻഡിങ് ആയിട്ട് ഇട്ടേക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പുതിയ മെഡിക്കലിന് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റും, പക്ഷേ ഒരു 1 മന്ത് കഴിയണമെന്ന് പറഞ്ഞ്. അത് ഞാൻ ഉടമ്പടിക്ക് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വന്ന കോളാണ്. അപ്പം തന്നെ മനസ്സിലൊരു പുതിയൊരു വെളിച്ചം വന്ന്, ഒരു ഇതൊക്കെ വന്ന്, അങ്ങനെയാണ് ഫുഡ് കഴിച്ച് തിരിച്ചിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. അങ്ങനെ 27-ാം തീയതി ആയപ്പോഴത്തേക്കിന് എൻ്റെ 1 മന്ത് കഴിഞ്ഞ് അടുത്ത അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയമായി. ഞാൻ ബോംബെയിൽ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്ത് അവർ തന്നു. അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്ത് ഇപ്പം ഞാൻ ഇടയ്ക്ക് പോയിട്ട് ഇങ്ങനെ എക്സ്റേ എടുത്ത് നോക്കിയിരുന്നു ഈ പാട് മാറുന്നുണ്ടോ എന്ന്. അപ്പോൾ ചെറുതായിട്ടൊക്കെ മാറുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് അങ്ങോട്ട് മാറിയിട്ടില്ല. അപ്പോൾ പലരോടും ചോദിച്ചു, പല കാര്യങ്ങളും മെഡിക്കൽ ഫെയിലായി ഒത്തിരി പേര് എന്തൊക്കെ പറഞ്ഞ് ഇത് മാറത്തില്ല. എനിക്ക് കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരൊക്കെ എന്നോട് പറഞ്ഞ്, ഞാൻ വിളിച്ച് അന്വേഷിച്ചിടത്തുനിന്ന് എല്ലാം പറഞ്ഞ് ഇതൊരിക്കലും മാറാൻ ചാൻസ് ഇല്ല, ഞാനും ഇതുപോലെ വന്ന് പെട്ട് കിടക്കുക. 5, 6, 7 വട്ടം മെഡിക്കൽ പോയിട്ട് ഫെയിലായി വന്നവരും ഉണ്ട് എൻ്റെ കൂട്ടുകാർ. അവരുമൊക്കെ പറഞ്ഞ് ഇതൊരിക്കലും നടക്കുകയല്ല, നമ്മളെ ഇവന്മാർ പൈസ വാങ്ങിക്കാനായിട്ടിട്ട് കളിപ്പിക്കുകയാണ്, അത് നടക്കുകയില്ല എന്ന് പറഞ്ഞ്. ഞാനപ്പോൾ അവരോടൊക്കെ പറഞ്ഞ് നിങ്ങൾ പോയിട്ട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് അതിനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അതുവരെ എനിക്ക് പ്രാർത്ഥിച്ച ഇത് മെഡിക്കൽ ഫെയിലായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം ഇതുപോലെ ഫെയിലായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ ഞാൻ ഈ ആഗസ്റ്റ് 2-ാം തീയതി 27-ാം തീയതി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ആഗസ്റ്റ് 2-ാം തീയതി ഞാൻ കോഴിക്കോട് സെൻറ്ററാക്കിയിട്ട് അവിടെ പോയി മെഡിക്കൽ എടുത്തു. അത് ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിനിൽ പോകുന്ന സമയത്ത് മൊത്തം ജപമാല ചൊല്ലി. അപ്പോൾ ഞാൻ നൈറ്റിലാണ് ട്രെയിനിൽ കയറുന്നത്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ പ്രഭാത പ്രാർത്ഥന ചെല്ലുകയും വേണം. അങ്ങനെ ഞാൻ പോയി മെഡിക്കൽ എടുക്കാനായിട്ട് നിന്ന് അവിടെ മെഡിക്കൽ എടുത്തു. അപ്പോൾ ഈ എക്സ്റേ വന്നപ്പോഴത്തേക്കിന് എനിക്ക് ഈ കൂട്ടുകാർ പറഞ്ഞതും ഡോക്ടർമാർ പറഞ്ഞതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഇത് കാരണം ഇതൊരിക്കലും അതങ്ങനെ ഒരു പാടാണ്, മാറത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു കയ്യിൽ ഷർട്ട് ഊരാൻ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഈ ജപമാല എടുത്ത് ഈ അടുത്ത കയ്യിലും വെച്ച് വലത്തെ കയ്യിൽ നമ്മുടെ ഇവിടുന്ന് തന്ന നമ്മുടെ കാശുരൂപം എടുത്ത് പിടിച്ച്, അതുപോലെ തന്നെ ഞാൻ മെഡിക്കൽ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഷർട്ട് ഊരുന്നതിന് മുമ്പ് ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ ഷർട്ട് ഊരിയിട്ട് നമ്മുടെ തൈലം എടുത്ത് നെഞ്ചത്ത് ഈ പാട് വന്നെടുത്ത് പുരട്ടി. അത് ഞാൻ നല്ല വിശ്വാസപൂർവ്വം നന്മ നിറഞ്ഞ മറിയമേ, അത് ചെല്ലുന്ന എക്സ്റേക്ക് കയറ്റിയ സമയത്ത് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി അവരെടുത്തു, എക്സ്റേ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു കോഴിക്കോട്. ഉച്ചയ്ക്ക് ശേഷം 4 മണിക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഞാനാണ് രാവിലെ അവിടെ ചെന്നത്. കോഴിക്കോട് ദൂരെ കൂടുതലായതുകൊണ്ട് ഞാൻ രാവിലെ വെളുപ്പിനെ അവിടെ ചെന്നിരുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 4-5 മണിക്കൂർ കൂടുതൽ അവിടെ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവിടെ വെയിറ്റ് ചെയ്തപ്പോഴൊക്കെ ഞാനിന്ന് കൊന്ത ചൊല്ലി നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി കണ്ടിന്യൂ നന്മ നിറഞ്ഞ മറിയമേ അല്ലോ. എനിക്കറിയില്ല എത്ര ഞാൻ ചൊല്ലിയെന്ന്, അത് ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല, എനിക്ക് അറിയില്ല. അങ്ങനെ എനിക്ക് നോർമലി ഞാനിങ്ങനെ നന്മ നിറഞ്ഞ മറിയമേ മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി അവർ ആദ്യത്തെ 3 പേരെ വിളിച്ചു. 4 മണിയായപ്പോൾ 3 പേരെ വിളിച്ചത് എൻ്റെ പേരും ഉണ്ടായിരുന്നു. അവർ എന്നോട് മെഡിക്കൽ പാസ്സായെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കണ്ണിന് തനിയെ വെള്ളം വന്നുപോയി. കാരണം എനിക്ക് ഇതൊരു വിശ്വാസത്തിൻ്റെ ഉണ്ട്, മാതാവ് തരുമെന്നുണ്ടെങ്കിലും അത് നമ്മൾ ഫിസിക്കലായിട്ട് നമുക്കതൊരു ഉറപ്പില്ല. കാരണം പലരും മെഡിക്കൽ പോയി 4ഉം 5ഉം ഫെയിലായവർ ഇങ്ങനെ പറയുമ്പോൾ നമുക്കതൊരു ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ മാതാവും ഈശോയും എനിക്കത് പാസ്സാക്കി തന്ന്
അങ്ങനെ ഇന്നലെ എനിക്ക് എൻ്റെ വിസ വന്നു. ഇപ്പം ഞാനതിന് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇപ്പോൾ പള്ളിയിൽ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് കുർബാനയ്ക്ക് മുടങ്ങാതെ പോകുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്. കുമ്പസാരമൊക്കെ ഒത്തിരി മുടങ്ങി കിടന്നിരുന്നു. വെളിയിലൊക്കെ വിദേശത്തൊക്കെ ജോലിക്ക് പോയതുകൊണ്ട് വർഷങ്ങൾ കുമ്പസാരിക്കാതൊക്കെ ഇരുന്നിരുന്നു. ഇപ്പം എല്ലാ ദിവസവും രാവിലെ പോകുന്നു, കുർബാന കാണുന്നു, കുർബാന സ്വീകരിക്കുന്നു. എന്നെക്കൊണ്ടാകുന്ന രീതിയിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു. ഇനി മുന്നോട്ട് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി, സ്തുതി. സ്നേഹം നിറഞ്ഞവരെ, നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം ഇപ്പോൾ പങ്കുവച്ചത് ജോസഫ് പീറ്റർ എന്ന സഹോദരനാണ്. ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതം സാക്ഷ്യമായിട്ട് പങ്കുവച്ചപ്പോൾ ഈ സഹോദരൻ പറഞ്ഞു, ഞാൻ മെഡിക്കൽ പാസ്സാകാതിരുന്നപ്പോൾ പിന്നീട് പ്രാർത്ഥനയിൽ ഇങ്ങനെ സംഭവിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ആരൊക്കെ ഈ ഒരു അവസ്ഥയിലായിരിക്കുന്നു അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി എന്ന് ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നതായിട്ട് നമ്മൾ കേട്ടു. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെയാണ് മറ്റുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട്, മറ്റുള്ളവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ആ ഒരു വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുവാനും നമ്മളുടെ ഉടമ്പടി ജീവിതം അതിൻ്റെ പൂർണ്ണതയിലും വിശുദ്ധിയിലും ജീവിക്കുവാനുമായിട്ടും ഈ സഹോദരൻ്റെ സാക്ഷ്യം നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സഹോദരൻ്റെ മെഡിക്കൽ എങ്ങനെയാണ് പാസ്സായെന്ന് ഈ സഹോദരൻ പറഞ്ഞു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ജീവിതത്തിൽ ഉടമ്പടിയിലേക്ക് കടന്നു വന്നപ്പോൾ വലിയ രീതിയിൽ വളർച്ച ഉണ്ടാകുവാനായിട്ട് സാധിച്ചു എന്ന് ഈ സഹോദരൻ പറഞ്ഞു. അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ സാധ്യമാണ് എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് ഈ സഹോദരന് കടന്നു വരുവാനായിട്ട് സാധിച്ചു. ഈ സഹോദരനെയും ഇവരുടെ കുടുംബത്തെയും ഓർത്തുകൊണ്ട് ദൈവതിരുനാമത്തെ മഹത്വപ്പെടുത്തി ഇരുകരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക്. എൻ്റെ പേര് ജോസി, ഇതെൻ്റെ ഹസ്ബൻഡ് ജോൺസൺ. ഞാൻ പുൽപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്, വയനാട് ജില്ലയിൽ നിന്ന്. ഞാൻ ഉടമ്പടി എടുക്കാൻ ആദ്യമായി ഇവിടെ വന്നത് മാർച്ച് മാസം 6-ാം തീയതി 2024 ഇന്നും എന്നേരവും ഈ അൾത്താരയിൽ വസിക്കുന്ന പരിശുദ്ധ പരമദിവികാരന ഈശോയ്ക്കും ഈ കൃപാസന അൾത്താരയിൽ ജോസഫ് അച്ഛന് പ്രത്യക്ഷപ്പെട്ട കൃപാസന മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യമായി തന്നെ എനിക്ക് പറയുവാനുള്ളത്, 26 വർഷമായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈകളിലും കാലിലും മുട്ടിലും സന്ധിവേദന അനുഭവപ്പെടാറുണ്ടായിരുന്നു. പല ഹോസ്പിറ്റലുകളിലും പോയി പലതരം ബ്ലഡ് ടെസ്റ്റുകളും ചെയ്തു. എന്നിട്ടും എന്താണ് അസുഖമെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഭർത്താവിന് വേദന വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ വേദന വരുന്ന സമയത്ത് അസഹ്യമായ വേദന വരുന്ന ഭാഗം ചുവന്ന് നീര് വെച്ച് വളരെ വേദന കാരണം നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ആ സമയത്ത് പെയിൻ കില്ലർ ഉപയോഗിച്ചിട്ടാണ് വേദന കുറയുന്നത്. ഇപ്പോൾ 8 മാസമായിട്ട് ഭർത്താവ് വേദന ഗുളിക ഒന്നും ഉപയോഗിക്കുന്നില്ല. മാതാവ് ഞങ്ങൾക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അതിനുശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഫാമിലിയോടൊത്ത് ഒരുമിച്ച് താമസിക്കണമെന്ന് ഒരുപാട് നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞാനും ഹസ്ബൻഡും ഒമാനിലേക്ക് പോകാൻ വേണ്ടി MOH ഒറ്റ തവണ കൊണ്ട് പാസ്സായി. ഭർത്താവ് ഇൻഡസ്ട്രിയൽ നേഴ്സായിട്ട് ഒമാനിൽ 2 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫാമിലിയായിട്ട് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടുന്ന് ഇപ്പോൾ 5 മാസമായി നിർത്തിപ്പോന്നിട്ട്. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും കുഞ്ഞിനും ഒരുമിച്ച് താമസിക്കണമെന്ന് കുറേ നാളുകളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുവാണ്. 3 വർഷത്തിന് മേലെയായി ഞാൻ ജോലിയില്ലാതെ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ക്യാപ്പ് നഴ്സിംഗ് പീരീഡിൽ വന്നു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സൗദി MOH ഒറ്റ തവണ പാസ്സായി വിസ വരെ അടിച്ചു വന്ന എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അത് എൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് പോകാതിരുന്നത്.
വിവാഹ ജീവിതത്തിന് ശേഷം പെട്ടെന്ന് തന്നെ വിസ വന്നപ്പോൾ എനിക്ക് അത് പോകാൻ ആ സമയത്ത് തോന്നിയില്ല. പിന്നെ ഒമാൻ MOH പാസ്സായി. പിന്നെ OET 2 തവണ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും നല്ല സ്കോർ കിട്ടി. പക്ഷേ റീഡിങ്ങിൽ ലിസണിങ് എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ തീരുമാനിച്ചു ഇനി അമ്മ മാതാവ് തരുന്ന ഒരു ജോലിക്ക് മാത്രമായിരിക്കും ഞാൻ പോകുന്നത് എന്ന്. അങ്ങനെ ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി പല ജോലികളും എന്നെ തേടി വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുന്നില്ല. നിരന്തരമായി ഞാൻ പ്രാർത്ഥിച്ചു. ഈ കഴിഞ്ഞ മാസം 17-ാം തീയതി എൻ്റെ ഫോണിൽ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂവിലെ ലിങ്ക് വന്നു. അങ്ങനെ ഞാൻ കുവൈറ്റിലേക്ക് MOH അപ്ലൈ ചെയ്തു. ഞാനും ഹസ്ബൻഡും അപ്ലൈ ചെയ്തു. 17-ാം തീയതി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 18-ന് ഹസ്ബൻഡും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഏകദേശം 1 മാസത്തോളമായിട്ടും അതിൻ്റെ റിസൾട്ടൊന്നും വരുന്നില്ലെന്ന്. അപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമാണ് ഉണ്ടായത്. കാരണം ഈ ഇൻ്റർവ്യൂ ഏജൻസിക്കാർ മുഖേനയല്ല നടന്നിരുന്നത്, അവിടെയുള്ള മിനിസ്ട്രിക്കാരാണ് ഇത് നടത്തിയത്. പക്ഷേ ഏജൻസിക്കാർ ഈ ഇൻ്റർവ്യൂ നടന്ന കുട്ടികളെ വിളിച്ചിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ ഫെയിലായി, എക്സാം പൈസ കൊടുത്താൽ കയറ്റിവിടാമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ആകെ സംഘർഷമായിരിക്കുവാണ്. ഇതിൻ്റെ റിസൾട്ട് അറിയാൻ ഒരു വഴിയുമില്ല. ഹസ്ബൻഡ് കുറേ ഫ്രണ്ട്സ് കുവൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് നമ്മുടെ പാസ്വേഡ് വെച്ച് ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമായിരുന്നു നേരത്തെ. പക്ഷേ ഈ സാഹചര്യം കാരണം അവർക്ക് നോക്കാൻ പറ്റുന്നില്ല. പിന്നീട് ഭർത്താവിൻ്റെ ഫ്രണ്ട് നോക്കിയതിന് ശേഷം മനസ്സിലായി ഞങ്ങൾ 2 പേരും ഇൻ്റർവ്യൂവിൽ പാസ്സായി എന്ന്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഒരു മെയിലും ഇതുവരെ വന്നില്ല. അപ്പം ഞങ്ങൾ ആകെ വിഷമിച്ചു. എന്നാലും പ്രാർത്ഥനയിൽ ഒരു മുടക്കം സംഭവിക്കാതെ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഈ ഞായറാഴ്ച 11 മണിയായപ്പോൾ ഓഫർ ലെറ്റർ വരികയുണ്ടായി. ഫ്രീ റിക്രൂട്ട്മെൻറ്റിലൂടെ കുവൈറ്റിലേക്ക് പോകാൻ എനിക്ക് അവസരം ലഭിച്ചു. അതിനുശേഷം ഞാൻ ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞായിരുന്നു നിങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ. ഞാൻ 10-ാം തീയതി എന്നൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 6-ാം തീയതിയാണ് ഞാൻ പാസ്സായി എന്ന വിവരം അറിയാൻ സാധിച്ചത്. ഹസ്ബൻഡിൻ്റെ ഇന്നലെ ഞങ്ങൾ കാരുണ്യപ്രവർത്തിക്കായി ഞങ്ങളുടെ വീടിനടുത്ത് ഉള്ള ഒരു സ്ഥലത്ത് പോയിരുന്നു. അങ്ങനെ കാരുണ്യപ്രവർത്തിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡിന് ഇന്നലെ ഓഫർ ലെറ്റർ വന്നു. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും കുവൈറ്റിലേക്കുള്ള MOH ഫ്രീ റിക്രൂട്ട്മെൻറ്റിലൂടെ പോകാനുള്ള അവസരം ലഭിച്ചു. അതിന് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. ചെറുതും വലുതുമായ അനവധി ജീവിത സാക്ഷ്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് ചൊരിഞ്ഞത്. അതുകൂടാതെ ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗം മൂലം എൻ്റെ അമ്മയുടെ ഉപ്പുറ്റുവേദന, വർഷങ്ങളായിട്ടുള്ള ഉപ്പുറ്റുവേദനയിൽ നിന്ന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അതുമാത്രമല്ല എൻ്റെ വീടിനടുത്തുള്ള ഒരു ക്രൈസ്തവ സ്ത്രീയുടെ കാൽമുട്ട് വേദനയായിരുന്നു. ഞങ്ങൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ഫലമായി കാൽമുട്ട് വേദന പൂർണ്ണ സൗഖ്യം ലഭിച്ചു. പിന്നെ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകൾ ആദ്യം ഒരു കുഞ്ഞുണ്ടായി. അതിനുശേഷം 5 വർഷമായിട്ടും കുഞ്ഞുണ്ടാകാതിരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചി കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. ഞാൻ ആ ചേച്ചി അറിയാതെ ചേച്ചിക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. 1 മാസത്തിനുള്ളിൽ എനിക്ക് അറിയാൻ സാധിച്ചു ചേച്ചി പ്രഗ്നൻ്റ് ആണെന്ന്. അമ്മ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. ഇതുകൂടാതെ തന്നെ ഞങ്ങളുടെ വല്യമ്മച്ചിക്ക് 54 വർഷമായിട്ടുള്ള ചുമ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ മാതാവ് ചൊരിഞ്ഞത്. എൻ്റെ സഹോദരിയുടെ വിവാഹം വേഗം നടക്കാൻ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉടമ്പടി വെച്ചതിന് 2-3 മാസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ വിവാഹം നടന്നു. എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഈ അൾത്താരയിൽ പറയുന്ന ഓരോ സാക്ഷ്യത്തിലും നമ്മൾ കേൾക്കുന്നതാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് രോഗത്തിൽ സൗഖ്യം ലഭിച്ചതായിട്ടും അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ സാധിച്ചതായിട്ടും ഓരോ സഹോദരന്മാരും ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുന്നത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ
വിശ്വാസ പ്രമാണം എന്നുള്ള പ്രാർത്ഥന ചൊല്ലേണ്ടതിൻ്റെ അനിവാര്യത എന്താണെന്ന്. കാരണം വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമ്മൾ ഏറ്റുപറയുന്നത് ദൈവം കർത്താവാണെന്നും ഈശോയെ പിതാവായ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്നും അവൻ ഉയർത്തെഴുന്നേറ്റുവെന്നും നമ്മൾ സാഘോഷം പ്രഘോഷിക്കുന്നതാണ് വിശ്വാസ പ്രമാണത്തിലൂടെ. അപ്പോൾ വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റുചൊല്ലിക്കൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് നമുക്കും പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ രോഗങ്ങൾ സൗഖ്യപ്പെടുമ്പോഴും അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ സാധിച്ചു കിട്ടുമ്പോഴും തിരിച്ചറിയുക, ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ദൈവനാമത്തെ അതിൻ്റെ പരിപൂർണതയിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ഈ സഹോദരി നമ്മളോട് സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യത്തിൽ ഈ സഹോദരി പറയുകയായിരുന്നു, ഈ സഹോദരിയുടെ ഭർത്താവിൻ്റെ 26 വർഷമായിട്ട് നീണ്ടു നിന്നിരുന്ന ശരീരത്തിൻ്റെ സന്ധികളിലുള്ള വേദനകൾ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാറിപ്പോയതെന്ന്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരിയേറെ രോഗസൗഖ്യങ്ങൾ ഈ സഹോദരൻ നമ്മളോട് പങ്കുവച്ചു. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള, തൊഴിൽ ചെയ്യുവാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഒരുക്കിയതെന്നും ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു. ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരൻ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച ദൈവനാമത്തെ എൻ്റെ പേര് ഷെറിൻ സെബാസ്റ്റ്യൻ. ഞങ്ങൾ വരുന്നത് കട്ടപ്പനയിൽ നിന്നാണ്. ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണ്. ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് ലിമോസിൻ എന്ന് പറഞ്ഞൊരു കമ്പനി വർക്ക് ചെയ്യുന്നു. ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് 2023 മാർച്ച് 14 ഞങ്ങൾ അബുദാബി വെച്ച് ഈ ഉടമ്പടീനെ പറ്റി അറിയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ വഴിയാണ്. ആദ്യം അവൾ വന്ന് ഉടമ്പടീനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അവളോട് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ദേഷ്യം തോന്നിയെങ്കിലും വെളിമയൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ അത് ലാസ്റ്റായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് വരണ്ടാന്ന് പറഞ്ഞു. പക്ഷേ പിന്നെയും പെങ്ങൾ ഞങ്ങളെ വന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ലാസ്റ്റ് കഴിഞ്ഞ വർഷം ഞങ്ങൾ മാർച്ചിൽ ലീവിന് വരുന്നതിന് മുമ്പ് അവൾ വന്നിട്ട് പറഞ്ഞു, നീ ഒന്ന് ഉടമ്പടി എടുത്തു നോക്ക്, എന്തെങ്കിലും നിനക്ക് സാധിക്കുമോ എങ്കിൽ നീ വിശ്വസിച്ചാൽ മതി, നിൻ്റെ ഏറ്റവും വലിയ നിയോഗം എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് നോക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ ഏറ്റവും വലിയ നിയോഗം ഒരു വീടായിരുന്നു. ആ ഒരു വീടിന് വേണ്ടി ഞങ്ങൾ 7 വർഷമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. 7 വർഷം. ഇതിനിടയിൽ ഈ 7 വർഷത്തിനിടയിൽ പല പ്രാവശ്യം നാട്ടിൽ വന്നു, 10 വീടുകളോളം പോയി കണ്ടു. എന്നിട്ടും വീടുകളൊന്നും ശരിയായില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉള്ള സ്ഥലത്ത് 2 പ്രാവശ്യം കറണ്ട് കണക്ഷൻ എടുത്തു, ബോർവെൽ അടിച്ചു, അവിടെ പ്ലാൻ വരച്ചു, 2 പ്രാവശ്യം പൈസ മുടക്കി പ്ലാൻ വരച്ചു. എന്നിട്ടും ഒന്നും ശരിയായില്ല. അങ്ങനെ മുടങ്ങിക്കിടന്ന ഞങ്ങളുടെ വീടിൻ്റെ പദ്ധതി ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നപ്പം അബുദാബിയിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഉടമ്പടി എടുക്കണമെന്നും ഇത് ഫസ്റ്റ് നിയോഗമായി വെക്കണമെന്നും തീരുമാനിച്ചാണ് അവിടുന്ന് വന്നത്. അവിടുന്ന് വന്നു. ഞങ്ങളുടെ മടി കാരണം ഞങ്ങൾ വിചാരിച്ചു പോകുന്നതിന് ഒരാഴ്ച മുമ്പ് വന്ന് ഉടമ്പടി എടുക്കാം, എന്നാൽ പിന്നെ അബുദാബി ചെന്നിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതിയല്ലോ, ഇവിടുന്നേ സ്റ്റാർട്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങളങ്ങനെ വിചാരിച്ചു. ഉടമ്പടി എടുക്കാൻ വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊരു ഭവനം, നല്ല ഭംഗിയുള്ള നല്ല ഐശ്വര്യമുള്ള ഒരു വീട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാവ് ഫേസ്ബുക്ക് വഴി കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ ആ വീട് പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. പക്ഷേ ആദ്യം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആ വീട് പോയി. അത് കഴിഞ്ഞ് പിന്നെയും അവർ വിളിച്ച് അത് നമുക്ക് തന്നെ ഉള്ളതായതുകൊണ്ടും മാതാവ് നമുക്ക് വിധിച്ചതായിരുന്നതുകൊണ്ടും അത് നമുക്ക് കിട്ടി. ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഞങ്ങൾക്ക് കിട്ടാവുന്ന ലോണിനനുസരിച്ചുള്ള ഒരു വീട് അത് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടി. ഞങ്ങളുടെ ഏറ്റവും വലിയ നിയോഗമായിരുന്നു അത്. രണ്ടാമത് ഞങ്ങൾ വെച്ച നിയോഗം, ഞങ്ങൾക്ക് കുറേ ലോഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം വീട്ടാൻ വേണ്ടി കുറച്ചുകൂടെ വരുമാനമുള്ളൊരു ജോലിയായിരുന്നു. ആ ജോലിക്ക് വേണ്ടി എൻ്റെ ഹസ്ബൻഡ്, എനിക്ക് ജോലി മാറിയാലും എനിക്കിപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറി കിട്ടത്തില്ല. അപ്പോൾ ഹസ്ബൻഡിനായിരുന്നു പിന്നെയും ഒരു ചാൻസ്. പുള്ളി ഞങ്ങൾ ഇവിടുന്ന് ഫസ്റ്റ് ഉടമ്പടി എടുത്ത് തിരിച്ച് അബുദാബിയിൽ ചെന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ജോലി മാറുവാനും പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുവാനും കുറച്ചുകൂടി മെച്ചപ്പെട്ട സാലറി ഞങ്ങൾക്ക് കിട്ടുവാനും സാധിച്ചു. അത് മാതാവിൻ്റെ രണ്ടാമത്തെ അനുഗ്രഹമായിരുന്നു. മൂന്നാമത്തേത്, എൻ്റെ രണ്ടാമത്തെ കുട്ടി, അവനെ 9 മാസമായപ്പോൾ ഞങ്ങൾ നാട്ടിൽ വിട്ടതാണ് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം. പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇവനിപ്പോൾ 3.5 വയസ്സായി. ആദ്യത്തെ
ആദ്യം ഞങ്ങൾ പലവട്ടം ശ്രമിച്ചുവെങ്കിലും ഞങ്ങൾക്ക് സാധിച്ചില്ല. അത് സാധിക്കണമെങ്കിൽ ഈ കുട്ടികളെ നോക്കാൻ ഞങ്ങൾക്ക് ഒരു ചേച്ചീനെ വേണമായിരുന്നു. ഞങ്ങൾക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു വീട് വേണമായിരുന്നു. അപ്പം അവിടെ റൂമുകൾക്കൊക്കെ ഭയങ്കര റെൻ്റാണ്. ഞങ്ങളെ കൊണ്ട് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ലോണുകളെല്ലാം അടഞ്ഞ് തീർന്നു കഴിഞ്ഞ് പിന്നെ വീടിൻ്റെ വാടക കൂടിയാൽ അത്രയും താങ്ങാൻ പറ്റുന്നൊരവസ്ഥയില്ലായിരുന്നു. ഡേ കെയറിൻ്റെ പൈസ ഇതൊന്നും ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതല്ലായിരുന്നു. അപ്പം അതിനനുസരിച്ച് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൂടി സാധിച്ചാലേ ഇവനെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ജാനുവരിയിൽ ഞങ്ങളുടെ പള്ളിയിൽ, അബുദാബിയിലുള്ള സെൻറ്റ് പോൾസ് പള്ളിയിൽ പോയി കുർബാന കൂടി തിരിച്ചിറങ്ങി മാതാവിൻ്റെ ഗ്രോട്ടോയിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് മാതാവിൻ്റെ ഭയങ്കരമായ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. മുല്ലപ്പൂ വിടർന്ന് വരുന്ന മണം കിട്ടി. പക്ഷേ എന്നിട്ടും എനിക്കത് തിരിച്ചറിയാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ കഴുത്തിൽ നോക്കി. ചിലർ മാതാവിൻ്റെ കഴുത്തിൽ മുല്ലപ്പൂ മാല കോർത്ത് കൊണ്ടിടും. അങ്ങനെയൊന്നുമില്ല. രാത്രി ആയതുകൊണ്ട് ആരും മുല്ലപ്പൂ ചൂടി വന്നിട്ടുമില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ പ്രസൻസാണ്. പക്ഷേ എന്തിനുള്ള സൈനാണ് ഈ തന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ജാനുവരിയിൽ ഇതെനിക്ക് കിട്ടി. ഫെബ്രുവരി മാർച്ച് ആയപ്പം മാർച്ച് 13 ഞാൻ അറിയുന്നു ഞാൻ 3ാമത് പ്രഗ്നൻ്റ് ആണ്. പക്ഷേ ഈ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചതോ ഞങ്ങൾ ആഗ്രഹിച്ചതോ അല്ല. എന്നിട്ട് ഞങ്ങൾക്ക് 3ാമതൊരു കുഞ്ഞിനെ ദൈവം തന്നു. ഈ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ടായതിനെ പ്രതി മാത്രമാണ് എൻ്റെ 2ാമത്തെ കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള മാർഗം ദൈവം കാണിച്ചു തന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. 3 കുഞ്ഞുങ്ങളും ഇനി എത്ര കടബാധ്യത ഉണ്ടായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും 3ാമതൊരു കുഞ്ഞിനെ കൂടി ദൈവം തന്നതുകൊണ്ട് 3 കുഞ്ഞുങ്ങളും ഇനി ഒരുമിച്ച് ജീവിച്ചാൽ മതി എന്നൊരു തീരുമാനം ഞങ്ങളെടുത്തു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ തിരിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കാനൊരു ചേച്ചിയും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു വീട് അവിടെ എടുക്കാൻ സാധിച്ചു. ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന വാടകയ്ക്ക് ഇപ്പം താമസിക്കുന്നതിനേക്കാളും വലിയൊരു വില്ല ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഈ 3 കാര്യങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാവ് ദൈവം വഴി സാധിച്ചു തന്നു. പിന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ചത് വഴിയായി എൻ്റെ കുഞ്ഞിന് 5 വർഷമായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു. അവന് കോൺസ്റ്റിപ്പേഷൻ വന്നാൽ വയറ് ഭയങ്കരമായ വേദന എടുക്കുകയും 104 ടെമ്പറേച്ചർ വരികയും അത്രയും സിവിയർ ഇൻഫെക്ഷൻ വയറ്റിലുണ്ടാവുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ പല പ്രാവശ്യം ഇവനെ അഡ്മിറ്റ് ആവുകയും 4-5 ദിവസം ആൻറ്റിബയോട്ടിക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലം ഈ 5 വർഷമായിട്ട് ഞാൻ മരുന്നിലാണ് ഇവനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം 1 വർഷമായി ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുത്തതിന് ശേഷം 1 വർഷമായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്നില്ല. അവൻ്റെ വയറ്റിൽ നിന്ന് നല്ലപോലെ പോകുന്നുണ്ട്. പിന്നെ ഇന്ന് വരെ അവൻ വയറുവേദന പറഞ്ഞിട്ടില്ല. ഈ പ്രഗ്നൻസിയിൽ എനിക്ക് 3ാമത്തെ മാസമായപ്പം ഹെമറോയിഡിൻ്റെ വേദന വന്നു. എനിക്ക് ഹെമറോയിഡ് ഉള്ളതാണ്. പക്ഷേ പ്രഗ്നൻസിയിൽ ഇവരുടെ 2 പേരുടെയും പ്രഗ്നൻസിയിൽ എനിക്ക് 8 മാസം 8.5 മാസം ആകുമ്പോഴാണ് ഇതിൻ്റെ വേദന വരികയും സിവിയറായിട്ടുള്ള വേദന വരികയും ഇരിക്കാൻ പറ്റാതെ വരികയും ഞാൻ മെഡിസിൻ യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ ഈ പ്രഗ്നൻസി 3ാമത്തെ മാസമായപ്പം എനിക്ക് കഠിനമായ വേദന വരികയും എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വരികയും എനിക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്തു. അന്ന് ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ചു, പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി ഒരു ദിവസം ഫുള്ള് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മുതൽ എനിക്ക് ആ വേദന ഇതുവരെ ഈ നിമിഷം വരെ ഇപ്പോൾ എനിക്ക് 7 മാസമായി ഇതുവരെ എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസം ഉള്ള ഒരാളാണ്. പക്ഷെ അധികമായി ഒരു വിശ്വാസമില്ല. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് ഞങ്ങൾക്ക് ആ ആദ്യത്തെ വീട് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് സാധിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വിശ്വാസം വന്നു. അങ്ങനെ പുള്ളി അബുദാബിയിൽ ചെന്ന് 2 പ്രാവശ്യം ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഇപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തും ഞാനാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും വർക്ക് ചെയ്യുന്ന ഫുൾ ടൈമിലും അച്ഛൻ്റെ ധ്യാനവും പിന്നെ സാക്ഷ്യങ്ങളും എല്ലാം കേൾക്കുകയും ഇതെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. ഞങ്ങളുടെ കൂട്ടുകാരോടെല്ലാം പറഞ്ഞ് എല്ലാവർക്കും പത്രങ്ങൾ വിതരണം ചെയ്യുകയും പള്ളിയിലും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലായിടത്തും പത്രങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യാറുണ്ട്. കിട്ടുന്ന
സമയങ്ങളിലെല്ലാം ബൈബിൾ വായിക്കാറുണ്ട്. ഞങ്ങളാലാകുന്നതുപോലെ ബോംബെയിലെ തെരുവുകളിൽ കഴിയുന്ന മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വഴി പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളുടെ കട്ടപ്പനയിലുള്ള ഒരു അനാഥാലയത്തിൽ അവരാവശ്യപ്പെടുന്ന എന്ത് സാധനമാണോ അവർക്ക് ആവശ്യമുള്ളത് അത് പറയുന്നത് എല്ലാം തന്നെ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി വളരാൻ സാധിച്ചു. ഇപ്പോൾ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന സമയം പോലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും എല്ലാം മനസ്സിൽ കണ്ടിന്യൂസ് ഉരുവിട്ടുകൊണ്ട് നിൽക്കാനുള്ള ഒരു കൃപ മാതാവ് ഞങ്ങൾക്ക് തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ മാതാവിന് 1000 നന്ദി പറയുന്നു. എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 49-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. നമ്മളുടെ മുൻപിൽ ഷെറിൻ സെബാസ്റ്റ്യൻ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം കുടുംബത്തോട് ചേർന്ന് നിന്ന് പങ്കുവെച്ചത്. ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു, ശക്തനായ ദൈവം ഇവരുടെ കുടുംബത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന്. ഒരു ഭവനമില്ലാത്ത അവസ്ഥയിൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥവും പരിശുദ്ധ അമ്മയുടെ വലിയ സഹായവും ഇവരുടെ കുടുംബത്തിൽ ലഭിച്ചതായിട്ട് ഇവർ പറയുകയാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ശാരീരികമായിട്ടുള്ള രോഗങ്ങളിലും അതുപോലെ തന്നെ ഷെറിൻ എന്ന സഹോദരിയുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളിലും പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ, മാതൃസഹജമായിട്ടുള്ള ഇടപെടൽ ലഭിച്ചതായിട്ട് ഈ സഹോദരി നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ഉടമ്പടി എടുത്ത ഏതൊരു വ്യക്തിയും അവരുടെ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവർ പറയുന്നതാണ്, പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്ന, പരിശുദ്ധ അമ്മ കൂടെ വസിക്കുന്ന, മാതൃസഹജമായിട്ടുള്ള വാത്സല്യം തരുന്ന അനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഈ സഹോദരിയും അതുതന്നെയാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം.